പലപ്പോഴായും അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വാക്യമുണ്ട്. പത്രോസിന്റെ പ്രാർത്ഥന, ഉജ്ജ്വലമായൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള ഭീഷണികളെ നീ നോക്കണമേ, നീ തന്ന ശുശ്രൂഷയെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. നമുക്ക് നോക്കാൻ ഒന്നേ ഉള്ളൂ, കർത്താവ് തന്ന ശുശ്രൂഷ. കർത്താവ് തന്ന ശുശ്രൂഷയുടെ ശക്തമായ സാമർഥ്യത്തോടെ, സമർപ്പണത്തോടെ ചെയ്യുക. നമുക്കെതിരെയുള്ള ഭീഷണികളെ നോക്കുന്നൊരു കോടതി ഉയരത്തിലുണ്ട്, നമ്മുടെ ന്യായാധിപൻ ഉയരത്തിലുണ്ട്. ആരുടെയും ഒത്താശയില്ലാതെ, ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. ഇനിയും വിടുവിച്ചില്ല, കോടതി കൊണ്ടോ, ലോക്കപ്പ് കൊണ്ടോ, തടവറ കൊണ്ടോ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ വെട്ടി നുറുക്കപ്പെട്ടതുകൊണ്ടോ, കത്തിച്ചാമ്പലാക്കപ്പെട്ടതുകൊണ്ടോ തീരുന്നതല്ല ഇവിടുത്തെ ക്രൈസ്തവീകത. ഓരോ രക്തസാക്ഷി ഉണ്ടാകുമ്പോഴും ഉജ്ജ്വലമായ ആവേശത്തോടെ മുന്നേറുന്ന ഒരു സംഘടനയാണ് പെന്തക്കോസ്ത് മാർഗം, ക്രൈസ്തവ മാർഗം. അത് വിശ്വസിക്കുന്നവരെ കരപടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നമുക്ക് ന്യായാധിപൻ കർത്താവ് മാത്രമാണ്. ആ കർത്താവിനെ കൂടുതൽ അറിഞ്ഞ്, ആസ്വദിച്ച്, അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തോട് കൂറുപുലർത്തി മുൻപോട്ട് പോകാം. ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ തിയോളജിയനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്: ഒരുവൻ യേശുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, യേശുവിനെ അനുഗമിപ്പാൻ ഒരാൾ ഇച്ഛിച്ചാൽ, അതിൻ്റെ അർത്ഥം യേശുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങുന്നു എന്നാണ്. കമാൻ ക്രൂസിഫൈഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ്. കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വായിക്കണം. കമാൻ ക്രൂസിഫൈഡ്. ആംഗലേയ ഭാഷ വശമുള്ളവർ ആ പുസ്തകം വായിക്കണം. അതല്ലെങ്കിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ, ആ പുസ്തകത്തെ മലയാളത്തിൽ വിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ അതിൻ്റെ വിതരണമുണ്ട്. അതിൻ്റെ വരിക ക്രൂശിക്കപ്പെടുക എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. യേശുവിനെ വിശ്വസിച്ചിറങ്ങുന്ന ഓരോ വ്യക്തിയും ജീവിക്കാനല്ല, മരിക്കാനാണ് ഇറങ്ങുന്നത്. ഭാരതത്തിലേക്ക് വന്നു എന്ന് ചരിത്രം അവകാശപ്പെടുന്ന സെന്റ് തോമസ് പറഞ്ഞ ഒരു അനുഗ്രഹീതമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുണ്ട്. മാർത്തയുടെയും മറിയയുടെയും മരിച്ച ലാസറിൻ്റെയും വീട്ടിലേക്ക് പോകാമെന്ന് യേശു പറയുമ്പോൾ തോമസ് പറയുന്നത്, വരിക, നമുക്ക് യേശുവിനോട് മരിക്കാൻ പോകാം. അതാണ് യഥാർത്ഥത്തിലെ ക്രൈസ്തവീക സമർപ്പണം. മരണത്തിന് വേണ്ടി ഇറങ്ങി വരാം നമ്മൾ. ഇവിടെ കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടിയൊക്കെ കൊണ്ട് വർണ്ണാഭമായ വമ്പൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് തിന്നുകുടിച്ച് മതിച്ചുള്ള ചായുഷ്കാലം ഇവിടെ ജീവിക്കാനുള്ള ചിരഞ്ജീവി സ്വപ്നമല്ല നമുക്കാർക്കും. വീണ്ടും മരിക്കാനുള്ള ഒരു ഇറക്കമാണ്, ഒരു സമർപ്പണമാണ് നമുക്കുള്ളത്. അതിന് വേറെ ആരുടെയും സഹായം വേണ്ട, ഒറ്റ സഹായം മതി, അത് ഉടയവൻ്റെ സഹായമാണ്. നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അത് നമുക്ക് നൽകിത്തരാൻ ഇടയാകും. കർത്താവ് അതിന് കൃപ ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കട്ടെ, എല്ലാവരും അതിനുവേണ്ടി സമർപ്പിതരാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മുഖവരിയുടെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമമാകുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ബ്ലസ് കണ്ടലയിൽ ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ ലഭ്യമായ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് സകല മഹത്വവും, സ്തുതിയും, പുകഴ്ചയും, ആരാധനയും ഒരു പ്രാവശ്യം കൂടെ സർവകൃപാലുവായ കർത്താവിൻ്റെ പാതാരബന്ധങ്ങളിൽ അർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ദൈവവചനത്തിൻ്റെ വിചിന്തനങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വാരി വിതറുവാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. കൊലോസ്യ ലേഖനം മൊത്തത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉജ്ജ്വലമായിരിക്കുന്ന ആലോചനകളുടെ, ആശയങ്ങളുടെ ആവിഷ്കാര ഭംഗി കൊണ്ട് വിസ്തൃതമാണ് ആ ലേഖനം. ഞാൻ പ്രാവച്ചമ്പലം കൺവെൻഷൻ കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ ഷാർജൻ നടത്തിയ അനുഗ്രഹീതമായ ആ യോഗത്തിലും കൊലോസ്യ ലേഖനമാണ് പ്രസംഗിച്ചത്. അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം എന്നൊരു വിഷയമായിരുന്നു. നിങ്ങളിൽ പലരും അവിടെയും ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് കൊലോസ്യ ലേഖനം നൽകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ വിചാരത്തെ എല്ലാവരും അറിയേണ്ടതിനാണ്. ഈ ഗ്രൗണ്ടിൽ കൂടി വന്നിട്ടുള്ള പെന്തക്കോസ്ത ജനത മാത്രമല്ല, ഇതിൻ്റെ ശബ്ദവാഹിനിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരേപോലെ, മതമോ ജാതിയോ നിറമോ കുലമോ കുടുംബമോ വർണ്ണമോ വർഗമോ അതൊന്നും വിഷയമല്ല. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളത്. എല്ലാവരും കേട്ടേ മതിയാകുകയുള്ളൂ. സുവിശേഷം വേറിട്ട ഒരു സന്ദേശമാണ്. സുവിശേഷം വേറിട്ട ഒരാത്മീക അനുഭവമാണ്. എല്ലാറ്റിൻ്റെയും കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേട്ടതുപോലെ ഓരോ പണ്ഡിതന്മാരും ദൈവത്തിന് ഓരോരോ പേരിട്ട് വിളിക്കുന്നു, എല്ലാം ഒന്നാണ് എന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ആ ചിന്ത അതങ്ങനെ തന്നെ മനസ്സിൽ പതിക്കരുത്. എന്ത് കേട്ടാലും വേദപുസ്തകത്തിനനുസാരമായി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ നമുക്ക് കഴിയണം. എല്ലാം ഒന്നല്ല. എല്ലാം ഒന്നാണെങ്കിൽ പിന്നീട് ഇതിനു വേണ്ടി നമ്മൾ പണിപ്പെടേണ്ട കാര്യമില്ല. ഒത്തിരി ഉണ്ടായിരിക്കാം. അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരേ ഒരു ആളത്വ മഹിമ ക്രിസ്തു മാത്രമാണ്. എത്ര പേർക്ക് അത് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് എല്ലാറ്റിനുമൊന്നും കയറിപ്പോകാൻ നമുക്ക് പറ്റില്ല. വേറിട്ടൊരു ആത്മീയതയുടെ മൂല്യത്തെ മുറുകെ പിടിക്കുന്നവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ പൂർവിക പെന്തക്കോസ്ത അനുഭവമുള്ളവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ
നിലകൊള്ളാൻ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ലഗസി എന്ന് പറയുന്നത്. ലഗസി എന്ന ആംഗലേയ പദത്തിൻ്റെ അർത്ഥം ആത്മീക പൈതൃകമാണ്. പൈതൃകം അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല, പണയപ്പെടുത്താൻ പറ്റില്ല. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയതയിൽ പുരോഗമനമുണ്ടാക്കാൻ പറ്റില്ല. ആത്മീയതയെന്നും സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവമാണ്. സ്ഥായി ഭാവമുള്ള ഒന്നാണ് ആത്മീയത, വേദപുസ്തകം നൽകുന്ന ആത്മീയത. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വം ബ്ലസ് കണ്ടലയുടെ ശബ്ദ സംവിധാനത്തിലൂടെ ദേശമറിയാൻ ഞാൻ ഒരാവർത്തി കൂടെ പറയുകയാണ്. ഒരാവർത്തി കൂടെ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് പ്രാവച്ചമ്പലത്ത് ഞാനത് പറഞ്ഞതാണ്. അല്പം ദൂരമായതുകൊണ്ട് ഇന്നാട്ടുകാരത് കേൾക്കണമെന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ആളത്വ മഹിമ, ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ക്രിസ്തുവിൻ്റെ ഉത്തുംഗ പ്രതാപം എന്താണ്, മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണ് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ദാവീദിനെയും ഗോലിയാത്തിനെയും ഏലിയാവിനെയും ഒക്കെ കേട്ട് സ്തോത്രം പറഞ്ഞ് 400 അന്യഭാഷ്യം പറഞ്ഞു പോകുന്നത് കൊണ്ട് ബ്ലസ് കണ്ടല വിജയമായി എന്ന് ചിന്തിക്കരുത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിരുപാധികം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പ്രാണനാഥനെയാണ്. ക്രിസ്തുവേശുവിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ആ സൗന്ദര്യത്തിൻ്റെ പ്രകാശം, അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. ശ്രദ്ധിക്കാം, ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണ്. ഈ ശബ്ദം എവിടൊക്കെ കേൾക്കാൻ പറ്റുമോ, ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, വീടുകളിലും വീഥികളിലും ഒക്കെയായി ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, സുഹൃത്തെ, താങ്കൾ നെഞ്ചേറ്റുന്ന രാഷ്ട്രീയ ചിഹ്നമേതുമാകട്ടെ, താങ്കൾക്ക് അവസരം ഇനി കിട്ടിയാൽ താങ്കൾ ആഞ്ഞുകുത്താൻ പോകുന്ന സമ്മതിദാനാവകാശം ഏത് പാർട്ടിക്കുമാകട്ടെ, അതൊക്കെ താങ്കളുടെ സ്വകാര്യമായ ഒരു അവകാശമാണ്. അത് കയ്യിലിരിക്കട്ടെ, അതങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷേ ഞങ്ങളിവിടെ ഉറക്കപ്പാടുന്ന ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞനുജത്തിമാർ, കുഞ്ഞനുജന്മാർ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ താല്പര്യത്തോടും അവരുടെ നിയോഗത്തോടും അവരുടെ നിയന്ത്രണത്തോടും ഇവിടെ നടത്തുന്ന ഗാന ശുശ്രൂഷയിലൂടെ ഉയർന്നു കേൾക്കുന്ന ഗാനവീതികളിൽ ഉയർന്നു നിൽക്കുന്നത് ക്രിസ്തുവെന്ന ആളത്വ മഹത്വത്തിൻ്റെ പ്രകാശമാണ്. ഞങ്ങൾക്കിവിടെ പ്രസംഗിക്കാനും അത് തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാം കൂടി ഒന്നാണെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. അതൊരു പക്ഷേ ഗസ്റ്റ് സ്പീക്കർ എന്ന നിലയിൽ വരുന്ന മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കാം. പക്ഷേ വേദപുസ്തകത്തെ കരങ്ങളിലെടുക്കുന്ന ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാണനാഥനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ഏക എന്ന മലയാള പദം ചേർത്ത് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാനതിനെ ഒന്ന് പറയാം, അത് മറന്നു പോകരുത്. ഏക എന്ന പദം ഒഴിവാക്കി ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ പറ്റില്ല. അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. അപ്പൊ ക്രിസ്തുവിനോട് ചേർത്ത് ഏക 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 എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ ഓൺലി വൺ എന്ന ആശയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നാമത്തെ ചിന്ത ക്രിസ്തു ഏക സത്യദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ക്രിസ്തു ഏക സത്യദൈവമാണ്. ഏകസത്യദൈവമെന്ന് പറയാനുള്ള കാരണം ഉണ്ടായതല്ല, ഉണ്ടാക്കപ്പെട്ടതല്ല, ഏതെങ്കിലും ഒരു ശില്പചാതുര്യത നിമിത്തമായിട്ട് രൂപപ്പെട്ടു വന്നതല്ല, ഒരു വിദഗ്ധനായി ശില്പി കുത്തിയിരുന്ന തച്ചിന് പണിതെടുത്തതല്ല ക്രിസ്തു എന്ന് പറയുന്നത്. ഉണ്ടായതിന് ആരംഭമുണ്ട്, ഉണ്ടാക്കപ്പെട്ടതിന് ആരംഭമുണ്ട്. അപ്പോൾ ഉണ്ടായതിനും ഉണ്ടാക്കപ്പെട്ടതിനും ആരംഭമുണ്ടെങ്കിൽ ഉള്ളവൻ എന്ന് അവകാശപ്പെടുന്നത് ക്രിസ്തു മാത്രമാണ്. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നിത്യനായവൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവൻ ഏക സത്യദൈവമാകുന്നത്. സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവാധികാരിയ, നിത്യന, മാറ്റമില്ലാത്തവന്, ഉന്നതന, സൽഗുണ സമ്പൂർണന, മഹോന്നതന, മഹത്വ സിംഹാസനസ്ഥന. ആകാശം അതിലുള്ളതെല്ലാം, ഭൂമി അതിലുള്ളതെല്ലാം, സമുദ്രം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയത് ആരാണ്ടടെയൊക്കെ കൂട്ടുപിടിച്ച് തച്ചൻ അവരുടെ കങ്കാണിയായി നിന്നുകൊണ്ട് അവരെ കൊണ്ടുണ്ടാക്കിയതല്ല. പകരം താൻ വായ്മൊഴിഞ്ഞപ്പോൾ ഉണ്ടാകട്ടെ എന്നൊരൊറ്റ ശബ്ദം മുഴക്കിയപ്പോൾ എല്ലാം ഉണ്ടായി വരികയായിരുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രിസ്തു ഏക സത്യദൈവമാണ് എന്നതാണ്. അതിനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭാരത മണ്ണിൽ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞുകൊണ്ടേ ചാകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ വേദിയിൽ നിന്നുകൊണ്ട്, ഈ ചുവപ്പ് പരവതാനിയിൽ നിന്നുകൊണ്ട്, വെള്ളവിരിപ്പിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തു ഏക സത്യ ദൈവമാണ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഉന്നം പിഴക്കാതെ നെഞ്ചകത്തിൽ തറച്ചാൽ, എയ്തുവിട്ട അമ്പോ എറിഞ്ഞുവിട്ട കല്ലോ അല്ലെങ്കിൽ വട്ടം നിന്ന് തല്ലുന്നത് കൊണ്ടോ വീണ് ഇവിടെ നിന്ന് മുൻപോട്ട് ചാകണ്ട വന്നാൽ, വീണ് അങ്ങോട്ടങ്ങ് വീഴണ്ട വന്നാൽ, എൻ്റെ വീടങ്ങ് പത്തനാപുരത്തൊന്നുമല്ല, ദേ ഇതിൻ്റെ തൊട്ട് മുകളിലാണ്, ഞാനങ്ങ് കയറി പറ്റുക, ഒറ്റ നിമിഷം കൊണ്ട് ഞാനങ്ങ് കയറും. മനസ്സിലായില്ലേ? ഷിമോനും ഷൈനും കൂട്ടരും കൂടെ എൻ്റെ ഭൗതിക ശരീരത്തെ പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ട് കൊടുത്തേ പറ്റൂ. എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും കൊണ്ട് കൊടുക്കണം. എൻ്റെ മമ്മി ജീവനോടുണ്ട്, പുള്ളിക്കാരുടെ കൈ കൊണ്ട് കൊടുക്കണം. ഇതാ മോൻ ബ്ലസ് കണ്ടലേക്ക് പ്രസംഗിക്കാൻ വന്ന് വേദിയിൽ പടഞ്ഞു വീണ് ചത്തുപോയി, അമ്മച്ചി ഇതേ പിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തേ പറ്റൂ. പക്ഷേ അവർക്കും ഉറപ്പുണ്ട്, ഇതെൻ്റെ മോനല്ല, എൻ്റെ മോൻ ജീവിച്ച ഭൗതിക ശരീരത്തിൻ്റെ കൂടാണിത്.
അവനങ്ങ് കയറി പാസ്റ്ററെ, അവനങ്ങ് എത്തപ്പെട്ടു എന്ന് എൻ്റെ മമ്മി പറയും. അതിനുള്ള പ്രത്യാശയുള്ളൊരു മമ്മിയുടെ മോനാണ് ഞാൻ. മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യയും അത് തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന പാസ് ജേസി പാറക്കടവിൽ ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്റെ ഏക സഹോദരിയാണ് എൻ്റെ ഭാര്യ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കെല്ലാം ഈ ആത്മീയ ബോധമുണ്ട്. ആ ബോധം എനിക്കുമുള്ളത് കൊണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ ബോധമുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഒന്നാണെന്ന് പറയാതെ ക്രിസ്തു അതിൽ നിന്ന് വേറിട്ട ഒന്നാണെന്ന് പറയുമ്പോൾ, ചാകണ്ട വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറുമെന്നായി പറഞ്ഞത്. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ഏക ദൈവമാണ്, മറന്നു പോകരുത്. 2, ഏക രക്ഷകനാണ്. ഒത്തിരി രക്ഷകന്മാരുള്ള കൂട്ടത്തിൽ രക്ഷകനല്ല ക്രിസ്തു. ക്രിസ്തു ഏക രക്ഷകനാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട് കാര്യം? കണ്ടത്തിൽ പണിയെടുക്കുന്നവന് കൂലി കൊടുക്കാതെ തെങ്ങ കയറുന്നവന് നാളികേരം മാത്രം കൊടുത്തവനെ വീട്ടിൽ വിടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ മഞ്ഞുവെള്ളം തോരുന്നതിന് മുമ്പ് പണിയിടത്തിൽ ഇറങ്ങിയാൽ അങ്ങ് രാത്രി കനത്താലും അവനെ വീട്ടിൽ വിടാതെ പണി ചെയ്യിക്കുന്ന തമ്പ്രാക്കന്മാരുടെ അതീശത്വത്തിനകത്ത് പെട്ടുപോയ അടിമകൾ ഉണ്ടായിരുന്നില്ലേ? ആ അടിമത്വത്തിൽ നിന്നും കിരാതത്വത്തിൽ നിന്നുമൊക്കെ ഇവിടെ ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി വന്ന രക്ഷകന്മാർ ചരിത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ ആദരിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ലെങ്കിൽ. ശ്രീ അയ്യങ്കാളി അവറുകൾ, ശ്രീ നാരായണ ഗുരുസ്വാമികൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി രക്ഷകന്മാരെ നമുക്ക് പറയാനുണ്ട്. അവരൊക്കെ ഒരു ഗോത്രത്തിൻ്റെയോ കുലത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രക്ഷകന്മാരാകാം. ആ രക്ഷകന്മാരെ ഒന്നും ഞാൻ അവഗണിക്കുന്നില്ല, പരിഗണിക്കുന്നു. പക്ഷെ ക്രിസ്തുവിനെ ഞാൻ ഏക രക്ഷകൻ എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? കണ്ടെത്തിന്ന് കയറ്റിയത് കൊണ്ടല്ല, എന്നെ അക്ഷരം പഠിപ്പിച്ചത് കൊണ്ടല്ല, എന്നെ പള്ളിക്കൂടത്തിൽ വിട്ടത് കൊണ്ടല്ല, എൻ്റെ പാപം പോക്കി നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കഠോര ഖഡ്ഗം എൻ്റെ മേൽ വന്ന് പതിക്കുന്നതിന് ഞാൻ വിധേയപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ആ ന്യായവിധി എന്നിൽ നിന്നും മാറ്റിയിട്ട് എന്നെ നിത്യജീവനിലേക്ക് അവകാശിയാക്കാൻ ഒരു രക്ഷാകര പദ്ധതി ആവിഷ്കരിച്ചത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് രക്ഷകന്മാരുടെ കൂട്ടത്തിൽ ഒരു രക്ഷകനല്ല ക്രിസ്തു. ക്രിസ്തു ഏക രക്ഷകനാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശു ഏക രക്ഷകൻ. യേശു എന്നൊക്കെ കേൾക്കുമ്പോൾ സായിപ്പ് കൊണ്ടുതന്ന ചരക്കാണെന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. വില കുറഞ്ഞതും നിന്ദ്യവും നീരവുമായ ചിന്തയാണത്. സായിപ്പ് കൊണ്ട് തന്ന ചരക്കായതുകൊണ്ട്, പെർഫ്യൂമിന്റെ മണമുള്ളത് കൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചതല്ല. സായിപ്പിനും കൂടെ ക്രിസ്തുവിനെ കിട്ടിയത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. മനസ്സിലായില്ലേ? സുവിശേഷത്തെ പ്രഘോഷിക്കേണ്ടതിന് സായിപ്പ് ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ, മിഷണറിമാർ ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ. മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? അതിന് മുമ്പ് ഇവിടെ ഏതാണ്ടൊക്കെ മതത്തിന്റെ പ്രചരണം ഉണ്ടായെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. സുവിശേഷം ഇവിടെ വന്നപ്പോഴാണ് നാടുണർന്നത്. മനസ്സിലായോ? മാന്യമായി തുണി ഉടുക്കാൻ പഠിച്ചത് സുവിശേഷം ഇവിടെ വന്നപ്പോഴാ. ക്രിസ്തു രാജ്യത്ത്, ഏത് രാജ്യത്ത് എത്തപ്പെട്ടിട്ടുണ്ടോ അവിടുത്തെ ജനത ഉറക്കമുണർന്നിട്ടുണ്ട്. നരബലിയും മൃഗബലിയും അവസാനിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സകലവിധ തിന്മകളുടെയും വല്ലായ്മകൾ മാറിയിട്ട് ജനം സംസ്കാര തനിമയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഒത്തിരി രക്ഷകന്മാരുണ്ടായിരിക്കാം, പക്ഷേ നരകത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്, ജഡത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന പാപ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടിവിച്ച് ഒരു പുതു മനുഷ്യനാക്കി മാറ്റിയ രക്ഷകൻ ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനെ ഉജ്ജ്വലമായി പ്രഘോഷിക്കുന്നതും പാടുന്നതും. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ ഉള്ളൂ എന്നത് വേദപുസ്തകത്തിന്റെ കനത്ത പ്രഖ്യാപനമാണ്. ചില പുള്ളികളൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്, ഉപദേശി കൺവെൻഷന് ഞങ്ങൾ സഹകരിക്കാം, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ പിള്ളേരെ വിട്ടുതരാം, എല്ലാ കാര്യത്തിനും ഞങ്ങൾ സഹകരിക്കാം, പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അത് മാത്രം പറയാതിരിക്കാമെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം. അങ്ങനെ വ്യവസ്ഥ വെച്ച് സഹകരിക്കാൻ വരുന്ന പുള്ളികളുണ്ട്. അത് ഏത് വാക്യമാ സാർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വാക്യം ഇതാ. നിങ്ങളുടെ പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടോ? ഉണ്ടേ. അതിനകത്ത് 4-ാം അധ്യായം, പിന്നെ 4-ാം അധ്യായം ഇല്ലാതെ 5-ാം അധ്യായം ഉണ്ടാകത്തില്ലല്ലോ, 4-ാം അധ്യായമുണ്ട്. അപ്പൊ അതിനകത്ത് 12-ാമതൊരു വാക്യമുണ്ടോ? പിന്നെ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, അങ്ങോട്ട് വാക്യങ്ങളുണ്ട്. ആ 4-ന്റെ 12-ാം സൂക്തം പറയാതിരിക്കാമോ മൈക്കിനകത്തൂടെ? ഒറ്റ കാര്യമാണ് അവർ നിർദ്ദേശിക്കുന്നത്. 4-ന്റെ 12 എന്താ? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട രക്ഷയ്ക്ക് ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം പറയാതെ സുവിശേഷം പൂർണ്ണമാകത്തില്ല സുഹൃത്തേ. നിങ്ങൾ പിള്ളേരെ വിട്ടാലും പിള്ളേരെ കൊണ്ട് തടഞ്ഞാലും ഞങ്ങൾക്ക് ഈ വാക്യത്തെ പറഞ്ഞേ പറ്റുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ രക്ഷപ്പെടേണ്ടതിന്, നിത്യജീവന് രക്ഷ പ്രാപിക്കേണ്ടതിന് ഒരൊറ്റ മാർഗം ക്രിസ്തു മാത്രം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് എന്നോടൊപ്പം ആ കാര്യം? കുന്നു കയറാനും മല കയറാനും മല ഇറങ്ങാനും പുഴ താണ്ടാനും കടൽ നീന്താനും
ദേഹം മുറിച്ച് രക്താർപ്പണം നടത്താനും പോക്കറ്റിൽ നിന്ന് ധനാർപ്പണങ്ങൾ നടത്താനും വായിൽ നിന്ന് സഹസ്രകോടി സ്തോത്രാർപ്പണങ്ങൾ നടത്തിയെങ്കിലേ മോക്ഷം, മുക്തി, സായുജ്യം, ശാന്തി, സമാധാനം പ്രാപിക്കുകയുള്ളൂ എന്നും കാശുള്ളവൻ കാശ് മുടക്കി പ്രാപിക്കണം, കാശില്ലാത്തവൻ ദേഹദണ്ഡനം കൊണ്ട് മുക്തി പ്രാപിക്കണം എന്നൊക്കെയുള്ള വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഏറെയുള്ള പ്രമാണങ്ങൾ ഇവിടെ ശക്തമാകുമ്പോൾ വേദപുസ്തകം സകല ജനത്തോടും പറയുന്നു, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ ഒറ്റ രക്ഷാനാമം, അത് ക്രിസ്തു മാത്രമാണ്. കണ്ടതയിൽ വെച്ച് കിട്ടിയ ശബ്ദവാഹിനിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോട്, മുഴുവൻ മതവിഭാഗങ്ങളിലുള്ളവരോട് ഞങ്ങൾ കുറക്കെ പറയാനുള്ളത്, ക്രിസ്തുവല്ലാതെ വേറൊരു രക്ഷകനില്ല എന്നതാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട് ആ കാര്യത്തെ? പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ചിന്തക്ക് ഏക ചേർത്ത് പറയുവാനുള്ള കാര്യങ്ങളെ ഞാൻ പറയാം. ഏക ദൈവമാണ്, ഏക രക്ഷകന്, അടുത്തത് ഏക കർത്താവാണ്. മനസ്സിലായോ? ഏക കർത്താവാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഏക കർത്താവ് എന്ന് പറഞ്ഞിട്ട് സ്വോത്രം വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നോടപ്പോൾ ആവേശം കെട്ടടങ്ങല്ലേ? തീർച്ചയായും ഏക കർത്താവാണ്. ഒത്തിരി കർത്താക്കന്മാരുണ്ട്. ഭാരതത്തിന് കർത്താക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജി അവരുകൾ നമ്മുടെ ഒരു കർത്താവാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു കർത്താവാണ്. നമ്മുടെ പ്രസിഡന്റ് ഹിസ് എക്സലൻസി അവര് നമ്മുടെ ഒരു കർത്താവാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി സഖാബ് പിണറായി ജി നമ്മുടെ ഒരു കർത്താവാണ്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ക്യാബിനറ്റ് മിനിസ്ട്രേഷൻ, സഹമന്ത്രി അടക്കമുള്ളവരൊക്കെ കർത്താക്കന്മാരാണ്. എന്തിന്? അങ്ങ് പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉള്ളവരൊക്കെ അതാത് തലങ്ങളുടെ തട്ടകങ്ങളുടെ കർത്താക്കന്മാരാണ്. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർത്താക്കന്മാർ ആഗോള വ്യാപകമായിട്ടുണ്ട്. ജനത്തിൻ്റെ പ്രതിനിധികൾ, മതത്തിൻ്റെ പ്രതിനിധികൾ, ജനസംഘ ശക്തിയുടെ പ്രതിനിധികളായി, മതവിഭാഗങ്ങളുടെ പ്രതിനിധികളായി ഒത്തിരി കർത്താക്കന്മാരുണ്ട്. പക്ഷെ കേട്ടോണം ഒരു കാര്യം, ഈ കർത്താക്കന്മാരുടെ എല്ലാം നാവ് ഏറ്റുപാടുന്ന വേറൊരു ഒറ്റ കർത്താവുണ്ട്, അത് ക്രിസ്തു മാത്രമാണ്. ഇവരുടെ എല്ലാം മുഴങ്കാൽ മടങ്ങുന്ന ഒരു കർത്താവുണ്ട്, അത് ക്രിസ്തു തന്നെയാണ്. കാലം അത് തെളിയിക്കാൻ പോവുകയാണ്, ലോകം അത് തെളിയിക്കാൻ പോവുകയാണ്, ചരിത്രം അത് തെളിയിക്കാൻ പോവുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 2-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവനെ ഏറ്റവും മേലെ ഉയർത്തി. മനസ്സിലായോ? സകല നാമത്തിനും മേലായ നാമം നൽകി, സകല മുഴങ്കാലും അവന്റെ മുമ്പാകം മടങ്ങത്തക്ക നിലയിൽ അവനെ ഏറ്റവും അധികം ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവം ഏറ്റവും അധികം ഉയർത്തിയിട്ടുള്ള ഒരൊറ്റ കർത്താവേ ഉള്ളൂ, അത് ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ആ കരമടിച്ച കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? ബ്ലസ് കണ്ടലയിൽ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. അവൻ ഏക കർത്താവാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത് ചിന്താഗതി. ഹല്ലേലൂയ. അപ്പൊ ഏക ദൈവമാണ്, ഏക രക്ഷകന്, ഏക കർത്താവാണ്. ഇത് പറയുമ്പോൾ പെരുവരൽ മുതൽ ചിലർക്ക് അങ്ങ് പെരുത്ത് കയറുന്ന മുകളിലോട്ട് ഇവനെ ബാക്കി വെച്ചേക്കരുതെന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇത് പറഞ്ഞില്ല, സുവിശേഷം പറഞ്ഞില്ലെന്നാ അതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞില്ല, വേദപുസ്തകം പറഞ്ഞില്ലെന്നാ അതിൻ്റെ അർത്ഥം. എല്ലാവരെയും സുഖിപ്പിക്കുന്ന ഏതെങ്കിലും വാക്യങ്ങളോ വാചകങ്ങൾ കൊണ്ട് സുവിശേഷ പ്രസംഗത്തെ പൂർണ്ണമാക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വ്യത്യസ്തത തീർച്ചയായും നാം തിരിച്ചറിയണം. അടുത്തത് ഏക അവതാരമാണ് ക്രിസ്തു. എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? ഒത്തിരി അവതാരങ്ങൾ ഉണ്ടാകാം, ഞാനവയൊന്നും അവഗണിക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ അവതാരം, ഏക അവതാരം. ഒരു നയ പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ, ഒരു തുള്ളി ചോര പോലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഈടാക്കാതെ അവൻ്റെ അവസാനത്തെ തുള്ളി ചോരയും കൂടെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് വീണ്ടെടുപ്പിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയ ഒരൊറ്റ അവതാരമേ ഉള്ളൂ, അത് ക്രിസ്തു യേശു തന്നെയാണ്. തല്ലാനും കൊല്ലാനും കൊല വിളിക്കാനും തമ്മിൽ തകർത്ത് തരിപ്പണമാക്കാനും വേണ്ടി വന്നതല്ല, പകരം തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകാൻ വന്ന ഒരൊറ്റ അവതാരം. അവൻ ജഡമെടുത്ത് മനുഷ്യനായി തീർന്നു എന്ന് വായിക്കുന്നു. ഹി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ അവതാരം അത് ക്രിസ്തുവാണ്. അപ്പൊ ഏക അവതാരമാണ്. ഇനി കേൾക്കണോ? 5-ാമത്തെ ചിന്ത കേൾക്കണം. ഏക മധ്യസ്ഥനാണ് ക്രിസ്തു. ഏക മധ്യസ്ഥൻ, വേറൊരു മധ്യസ്ഥൻ ഇല്ലെന്ന്. ക്രിസ്തു മാത്രം ഏക മധ്യസ്ഥനാണെന്ന് പറഞ്ഞാൽ സ്വോത്രം എത്ര പേർക്കുണ്ടാകും? ഒത്തിരി മധ്യസ്ഥന്മാരുണ്ടെന്നും പറഞ്ഞ് പലരുടെ പിന്നാലെ കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് സമയം കളയാറുണ്ട്. പാടില്ലത്, തെറ്റാണ്. ഒറ്റ മധ്യസ്ഥനയുള്ളത് ക്രിസ്തുവാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിവരമറിയാതെ പോകരുത്. അടുത്തത് ഏക ആരാധ്യനാണ് ക്രിസ്തു. സമ്മതിക്കുന്നുണ്ടോ? ഏക ആരാധ്യനാണ് ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തുവുമായി ചേർത്ത് പറയുവാൻ ഒത്തിരി ഏക പദങ്ങളുണ്ട്. ഏക ആരാധ്യൻ.
കാണുന്നതിനെ എല്ലാം ആരാധിക്കുന്ന ഒരു പ്രവണതയുണ്ട് നമുക്ക്. മനസ്സിലായോ? മാനവകുലത്തിന് അങ്ങനെ ഒരു ഇടപാടുണ്ട്. തന്നെക്കാൾ ശക്തിമത്തായി നിലകൊള്ളുന്ന എന്തിനേയും, അത് മലയായാലും കുന്നായാലും അഗാധ ഗർത്തമായാലും കാട്ടുമൃഗമാണെങ്കിലും നാട്ടുമൃഗമാണെങ്കിലും പറവകളാണെങ്കിലും പ്രാണികളാണെങ്കിലും കണ്ടാൽ ഇഷ്ടം തോന്നിയാൽ അതിനെയൊക്കെ നമിച്ചു പോകുന്നൊരു ഏർപ്പാടുണ്ട്. ആവാഹന ശക്തികളെ സങ്കല്പമൂർത്തികളെ ആരാധിക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഭൂതപ്രേത പിശാചുക്കളെ യക്ഷി ഗന്ധർവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. മരിച്ചുപോയവരെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ആരാധന പലതിനോടുമാ. കടലിനെ ആരാധിക്കുന്നവർ, ഒഴുകുന്ന പുഴയെ ആരാധിക്കുന്നവർ, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെ ആരാധിക്കുന്നവർ, ഇലച്ചാർത്തുള്ള വൃക്ഷങ്ങളെ ആരാധിക്കുന്ന, അങ്ങനെ ആരാധനയ്ക്ക് വികലമായ നിരവധി അനവധി മുഖങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. എത്ര പേര് ആ വചനത്തിനകത്ത് ആകർഷിക്കപ്പെടുന്നുണ്ട്? നിന്റെ ദൈവമായ കർത്താവിനെ, ഉദിച്ചു നിൽക്കുന്ന സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രജാലങ്ങളെയോ ഒന്നിനെയും അല്ല ആരാധിക്കേണ്ടത്. പിന്നെ ഇവിടെ മനുഷ്യൻ ചൂണ്ടിക്കാട്ടിത്തരുന്ന ഏതെങ്കിലും നാട്ടുമൃഗങ്ങളെയോ കാട്ടുമൃഗങ്ങളെയോ അല്ല ആരാധിക്കേണ്ടത്. നമ്മെ മണ്ണിൽ നിന്ന് പണിതെടുത്ത് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി നൽകി നമുക്ക് ചവിട്ടി നിൽക്കുവാൻ ഒരു പ്രതലം നൽകി കിളച്ചെടുക്കാൻ, നിരവധി വിഭവങ്ങൾ അടർത്തിയെടുക്കാൻ, വെട്ടിയെടുക്കാൻ, പറിച്ചെടുക്കാൻ, നുള്ളിയെടുക്കാൻ, പിന്നെ കണ്ടുപിടിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടുന്ന ബുദ്ധി സാമർഥ്യമൊക്കെ നൽകി തന്ന് ആയുസ്സിനുള്ളതും ആരോഗ്യത്തിനുള്ളതും ആഹാരത്തിനുള്ളതും ആസ്തിക്യത്തിനുള്ളതും എല്ലാം ഔദാര്യമായി നൽകിത്തരുന്ന ആ ഒരു മഹാദൈവം, ആ ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് വചനം പറയുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയിലെ വിജയം നേടിയ പ്രിയപ്പെട്ടവർ എത്ര പേരുണ്ട്? അല്പസമയം ആ കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. കർത്താവ് മാത്രം ആരാധ്യനാണ്. കർത്താവ് മാത്രം ആരാധ്യനാണ്. ഓ ഹല്ലേലൂയ! ആശങ്ക വേണ്ട, തന്റെ ഇടത്തോടെ ആരാധിക്കുക. കർത്താവ് മാത്രമാണ് ആരാധ്യൻ. മറന്നു പോകേണ്ടതില്ല. ആരാധനയിൽ പിഴവ് വന്നാൽ ജീവിതം മൊത്തത്തിൽ താളം തെറ്റിപ്പോകും. ആരാധനയിൽ പിഴവ് വരാൻ പാടില്ല. ആരാധന എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ചെയ്താൽ പോരാ. ആരാധിക്കേണ്ടവനെ ആരാധിക്കണം, ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കണം, ആരാധിക്കേണ്ട ഇടത്ത് ആരാധിക്കണം, ആരാധിക്കാൻ യോഗ്യതയുള്ളവൻ ആരാധിക്കണം. മനസ്സിലായോ? അങ്ങനെ അനുബന്ധങ്ങൾ അനവധി നിരവധി കൊണ്ട് വിവരിപ്പാൻ നേരമില്ല. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഏക ആരാധ്യനുമാണെന്നറിയണം. ഏക നായകന്, ഏക യോഗ്യന്, ഏക പരിശുദ്ധന്, ഏക ന്യായാധിപന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നേരമില്ല. സ്തോത്രം. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തു യേശുവിൻ്റെ മഹത്വപൂർണമായ നാമസവിശേഷതകളിൽ ഒരെണ്ണമാണ് ഞാൻ വായിച്ച വാക്യത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത്, നമ്മുടെ ജീവനായ ക്രിസ്തു. എന്ന സുഖമാണെന്നറിയാം ആ പ്രയോഗം. പൗലോസിന്റെ ദൈവശാസ്ത്ര വിചിന്തനങ്ങളെ പഠിക്കണം. ആയുസ്സും ആരോഗ്യം കൂടും, ആശങ്കകൾ കുറയും, ആകുലതകൾ മാറും. മനസ്സിലായി? ഉത്കണ്ഠകൾ മാറും. നമ്മൾ ഈ അയ്യോ 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 വയ്യായി വയ്യായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. വേദവസം 66 കുത്തിക്കെട്ടി സിയോൻ ഗീതാവിലും കൂടെ ചേർത്ത് പിടിച്ച് അയ്യോ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രതാപം, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വ മാഹാത്മ്യത, ക്രിസ്തുവിൻ്റെ ഔന്നത്യം നമുക്കങ്ങോട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പറയുന്ന ഒരു കാര്യം കേട്ടോ. ആ വാക്യത്തിനകത്ത് ക്രിസ്തുവിൻ്റെ മനോഹരമായിരിക്കുന്നൊരു നാമവിശേഷത, അവൻ നമ്മുടെ ജീവനാണ്. എത്ര പേര് ആ ജീവൻ പ്രാപിച്ചിട്ടുണ്ട്? ക്രിസ്തു നമ്മുടെ ജീവനാണ്. ക്രിസ്തു നമ്മുടെ ജീവനാണെങ്കിൽ പിന്നെ കർത്താവിന് വേണ്ടി മരിക്കുന്നതിന് എന്നെ പേടി? സ്തോത്രം. ക്രിസ്തു നമ്മുടെ ജീവനാണെന്ന് പറയുന്നതിന്റെ കാരണം യോഹന്നാൻ 10:10 ഞാൻ വന്നത് അറുപ്പാനും മുടിക്കാനും കൊള്ള ചെയ്യാനും ഒന്നുമല്ല, ജീവൻ തരാൻ. ജീവൻ തരാൻ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പിന്നെ ഒരു വാചകം പറയുന്നു, ഒരു പ്രയോഗം പറയുന്നുണ്ട്, സമർത്ഥ്യായ ജീവൻ. ജീവൻ തരാൻ വേണ്ടിയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവനും കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതാണ് നിത്യജീവൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാ നിത്യജീവൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? കണ്ടല അറിയണം. 29ാമത് കൺവെൻഷനാണ് കണ്ടലയിൽ. 28 കൺവെൻഷൻ ഇവിടെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട് വിശാലമായി. ഇവിടെയെല്ലാം മുഴങ്ങിക്കെട്ടതായിരിക്കുന്ന വചനചിന്തകൾ നിങ്ങൾ മറന്നു പോകരുത്. ക്രിസ്തു നമ്മുടെ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3:15 വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ എന്തുകൊണ്ടെന്നാ? നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:15. യോഹന്നാൻ 3:36 വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 3:15, 3:36 ക്രിസ്തു ജീവനാണെന്നുള്ളതിന്റെ വ്യക്തവും ശക്തവും യുക്തവുമായ തെളിവാണ്. വേറെ ആരും
ഞാൻ ജീവനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? മഹാരഥന്മാർ അനവധി നിരവധി പേര് ഇവിടെ വന്നിട്ടുണ്ട്. വലിയ മതങ്ങൾ സ്ഥാപിച്ചവരും വലിയ ജനസംഘ ശക്തികളുടെ തലവന്മാരായിരിക്കുന്നവരും ജനകോടികളെ തങ്ങളുടെ പിന്നാലെ പിണിയാളുകളാക്കി മാറ്റിയ വമ്പൻ താരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. വിപ്ലവ നായകന്മാരുടെ പേരിലും ദാർശനിക പ്രബോധകന്മാരുടെ പേരിലും പ്രവാചകന്മാരുടെ പേരിലുമൊക്കെ വമ്പൻ താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. അവരാരും പറയാത്ത ഒരു പ്രയോഗമായി എൻ്റെ യേശു പറഞ്ഞത് ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. ആ ജീവനായ ക്രിസ്തുവിനെ അകത്ത് വെളിപ്പെട്ട് കിട്ടിയ പൗലോസ് തൻ്റെ അടുത്തോടെ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ നാമസവിശേഷതകളിൽ പ്രധാനം ജീവനാണ് എന്നുള്ളതാണ്. ആ ക്രിസ്തു ജീവനാണെന്ന് കൊലോസ്യ ലേഖനം 3:4 വാക്യം പറയുമ്പോൾ, കൊലോസ്യ ലേഖനം 1:17 വാക്യത്തിൽ പറയുന്നത് അവൻ നമ്മുടെ സകലത്തിൻ്റെയും ആധാരം വഹിക്കുന്നവനാണ്, സർവത്തിനും മുൻപേ ഉള്ളവനാണ്. കുറിച്ചുള്ള വാക്യം വായിപ്പിക്കാതെ ഞാൻ മുൻപോട്ട് ഓടിപ്പോകുന്നത് സമയം ലാഭിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒത്തിരി വൈകിട്ടുണ്ടല്ലോ മുൻപോട്ട്, അതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് പോകും. എൻ്റെ പ്രധാന പ്രമേയത്തിലേക്കും കൂടെ വരണമല്ലോ. അപ്പൊ കൊലോസ്യ ലേഖനം 1:17 വാക്യം മറക്കരുത് ഒരു കാരണവശാലും. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുക. ഒന്ന്, സർവത്തിന് മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞ ക്രിസ്തു നിത്യനാണെന്നാണ്. ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയ വാചകം മറക്കല്ലേ. ഉണ്ടായവനെ നമുക്ക് നിത്യനെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാക്കപ്പെട്ടവനെ നിത്യനെന്ന് പറയാൻ പറ്റില്ല, ഉള്ളവനെ മാത്രമേ നിത്യനെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവിടെ പറയുന്ന പ്രയോഗം കണ്ടോ? 1:17 കുഞ്ഞുങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവവചനത്തിന്റെ തീഷ്ണമായിരിക്കുന്ന വിചാരഗതികളിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ. 1:17 വാക്യം പറയുന്നു, അവൻ സർവത്തിനു മുൻപേ ഉണ്ടായവൻ എന്നല്ല, ഉണ്ടാക്കപ്പെട്ടവൻ എന്നല്ല, സർവത്തിനു മുൻപേ ഉള്ളവൻ. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നിത്യാസ്തിത്വമാണ്. ഉള്ളവൻ എന്ന് പറയണമെങ്കിൽ ഉണ്മയായവൻ. കണ്ടോ, നമ്മളൊക്കെ ജനിച്ചതാണ്. ഇവിടുത്തെ വമ്പൻ താരങ്ങളൊക്കെ ജനിച്ചതിന്റെ ചരിത്രമുണ്ട്. യേശു ജനിച്ചതിന്റെ ചരിത്രം എടുത്തുകൊണ്ട് വരും ഒരുപക്ഷെ ചിലര്. യേശു ജനിച്ചതല്ല അവിടെ, പിന്നെ അവതരിക്കുകയായിരുന്നു. ദ ഇൻകാർണേഷൻ ആയിരുന്നു. യോഹന്നാൻ 3:16 വാക്യം, 1 തിമോഥെയോസ് 3:16, 2:16 വാക്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. യോഹന്നാൻ 3:16, അതേപോലെ 1 തിമോഥെയോസ് 3:16. 1 തിമോഥെയോസ് 3:16 പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാള ബൈബിൾ എങ്ങനെ പറയുമ്പോൾ ഒറിജിനൽ ഭാഷാന്തരം ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അത് ജനനമല്ല, വെളിപ്പാടാണ്. കണ്ടോ, മനുഷ്യന് തൊട്ട് മുട്ടി തട്ടി ഉരുമി ഒരഞ്ഞ് നടക്കേണ്ടതിന് പാകത്തിൽ നമുക്ക് വേണ്ടി നമ്മിൽ ഒരുവനായിട്ട് ഇങ്ങോട്ട് അവതാരം ചെയ്യുകയായിരുന്നു. ജനിച്ചതല്ല. അപ്പം ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയതും മരിച്ചപ്പോൾ ഒടുങ്ങിയതുമായ ഇടപാടല്ല നമ്മുടെ കർത്താവിനുള്ളത്. അവൻ മുൻപേ ഉള്ളവനാണ്. ദൈവശാസ്ത്ര വിചിന്തനം ബോധ്യമായവർക്കും മനസ്സിലായവർ സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ കൊലോസ്യർ 1:17, 3:4 മറക്കാതിരിക്കണം. അപ്പോൾ തന്നെ 1:17 മറക്കരുത്. അവൻ സർവത്തിനു മുൻപേ ഉള്ളവൻ, നിത്യനായവൻ. സർവത്തിനു മുൻപേ ഉള്ളവന് മാത്രമേ ജീവൻ നൽകാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യനായ കർത്താവ്. അടുത്തത് കൊലോസ്യ ലേഖനത്തിൽ പ്രധാനമായും മറ്റൊരു, കൊലോസ്യ ലേഖനം 1:12 മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങൾ, അങ്ങ് 27 വരെയുള്ള വേദഭാഗങ്ങൾ ക്രിസ്തുവിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ ജീവിത മഹാത്മ്യതയുടെ മറ്റു ചില വാക്യങ്ങളുടെ ഞാൻ പറയാം. ക്രിസ്ത്യ ജീവിതത്തിന്റെ സമരമുഖങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ ഇടറിപ്പോകാതെ കരുത്തോടെ നിലനിൽക്കേണ്ടതിന് ഉജ്ജ്വലമായ ചില വേദസൂക്തങ്ങളെ അകത്തങ്ങ് നിറയ്ക്കണം, നെഞ്ചിനകത്ത് പതിപ്പിക്കണം. ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളുടെ മുമ്പിൽ ചൂളിപ്പോകാതെ, തകർന്ന് തരിപ്പണമായി പോകാതെ, എന്റെയും നിങ്ങളുടെ പേര് പറഞ്ഞ് താച്ചിന് കുത്തിയിരുന്ന ദുർമന്ത്രവാദം ചെയ്യുന്ന ചില പുള്ളികളൊക്കെ ഉണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും. മനസ്സിലായോ? അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ മുട്ട് തമ്മിൽ അങ്ങ് കൂട്ടായ്മയായി പോകും. ഇത്ര ദിവസത്തിനകത്ത് നിന്നെ ഞാൻ പറപ്പിക്കും, നിന്നെ ഞാൻ കിടത്തിക്കളയും, നിന്റെ തലമുറയെ ഞാൻ അങ്ങ് വിദേശത്തുനിന്ന് ഇവിടെ പാക്കപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് പനി പിടിച്ച് പിന്നെ ചുമയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2 ചുമയുടെ ഇടയിൽ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ ഒരു സ്വോത്രം പോലും പറയാനുള്ള ആരോഗ്യം ഉണ്ടാകത്തില്ല. അതുപോലെ മന്ത്രവാദി നമ്മളെ ഒതുക്കി തളർത്തിക്കളയും, നിന്റെ നന്മയെ കാറ്റിൽ പറത്തിക്കളയും. മനസ്സിലായോ? തലമുറയെ ശിഥിലമാക്കി കളയും. പക്ഷേ ഇവിടെ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായിരിക്കുന്ന മഹത്വപൂർണമായ വിചാരങ്ങൾ അകത്തോട്ടങ്ങ് നിറച്ചു വെച്ചാലുണ്ടല്ലോ, ഈ സമരഭൂമിയെ അതിജീവിക്കാൻ നമ്മൾ ത്രാണിയുള്ളവരായി മാറും. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? എത്ര മന്ത്രവാദി ഒറ്റയ്ക്കോ കൂട്ടമായിരുന്നോ ചെയ്താലും ആ ദോഷപ്രവർത്തികളും ആവാഹിച്ചുവിടുന്ന
അനുഭവപ്പെടുന്ന ശക്തികളും നമ്മുടെ അരികിലേക്ക് വന്നിട്ട് ഭിത്തിയിൽ തട്ടിയ പന്ത് പോലെ തെറിച്ച് അവന്റെ അടുക്കിലേക്ക് ചെല്ലും. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വപൂർണമായ ചിന്ത നമ്മുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ആ ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയത്വത്തെ ആ പിശാചിന് മനസ്സിലാകുന്നത് കൊണ്ട് ആ ദുർമന്ത്രവാദി ഉണ്ടല്ലോ, അവൻ പരാജയമടയുകയുള്ളൂ. ഇന്ന് രാത്രി ബ്ലസ് കണ്ടലയുടെ രണ്ടാമത് രാത്രി ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിലും ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിനക്കെതിരെ ഉയർത്തി വയ്ക്കുന്ന വമ്പൻ ഗോപുരങ്ങളും വമ്പൻ പത്തി പിളർത്തി ആടുന്ന വല്ലാത്ത പോരുകളും നിന്നെ ഒതുക്കുമെന്ന് കച്ചകെട്ടി നിൽക്കുന്ന ചില വ്യാപാരങ്ങളും നീ വിശ്വസിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ മഹത്വത്തെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ദാവീദിനെ മറന്നേരെ, ഏലിയാവിനെ മറന്നേരെ, വാളും പിടിച്ചുകൊണ്ട് കീശോന്തോട് വരെ ഓടിച്ചിട്ട് മറ്റുള്ളവരെ വെട്ടുന്ന ഏലിയാവിനെ മറക്ക്. ഇന്ന് രാത്രി ഞാൻ ഒരുവനെ ഇവിടെ ഉയർത്തുന്നു. ഞങ്ങൾ അഭിഷക്ത ദൈവദാസന്മാർ ഈ വേദിയിൽ ഒരുവനെ ഉയർത്തുന്നു. അത് വേറെ ആരുമല്ല, ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയ ദാവീദ് അല്ലെന്ന്. പിന്നെ ആരാ? നമ്മുടെ പ്രാണനാഥൻ. സകല അന്ധകാര ശക്തികളെയും നിന്റെ നേരെ വരുന്നതിനെ തിരിച്ചു മടക്കിവിടാൻ കരുത്തുള്ള ഒരു പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്നവർ ആരാധിക്കുക. സമയം നോക്കണ്ടെന്ന് രാത്രി കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. തുടങ്ങിയ കച്ചവടത്തെ പൂട്ടിക്കെട്ടി, തുടങ്ങിയ വിദ്യാഭ്യാസത്തെ ഇടയ്ക്കില്ലാതെയാക്കി, സാമ്പത്തിക നന്മയുടെ വഴി അടച്ച്, നിന്റെ കുഞ്ഞിന് സുന്ദരമായൊരു ഭാവി ഉണ്ടാകേണ്ടതിന്റെ വഴി കോട്ടി അടച്ച് നിന്ന് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ പാത്തി താഴ്ത്തി അവന്റെ ആയുധങ്ങൾ അടിയറ വച്ച് ഈ മഹത്വപൂർണനായ ക്രിസ്തുവിന്റെ പ്രൗഢിയുടെ മുമ്പിൽ, ഔന്നത്യത്തിന്റെ മുമ്പിൽ പരാജയമടയുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിലെ വിടുതൽ അനുഭവിപ്പാൻ ഇടയാകും. ഒത്തിരി ദൂരെയുള്ള നിന്റെ തലമുറയ്ക്ക് വിടുതൽ അനുഭവിപ്പാൻ ഇടയാകും. നിന്നെ വല്ലാത്ത കേസിൽ കുരുക്കിയിട്ട്, നിന്നെ വല്ലാത്ത പ്രതിസന്ധിയിൽ കുരുക്കി, ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ എവിടെങ്കിലും ഒളിക്കാനുള്ളതായിരിക്കുന്ന ഒരു വ്യഗ്രത, പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ ആക്ഷേപം കൊണ്ട്, ഭീഷണി കൊണ്ട്, നിന്നുകൊണ്ട് ഒതുക്കിക്കളഞ്ഞ് ദുഷ്ടശക്തി ഇന്ന് രാത്രിയിൽ പരാജയം സമ്മതിച്ച് പിൻവാങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ ശക്തിയുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. രാത്രി വിടുതലിന്റെ രാത്രിയായിട്ട് തന്നെ ഒന്ന് അനുഭവിക്കാൻ പുറകറ്റമുള്ള പ്രിയപ്പെട്ടവരാരും മൗനമായിരിക്കേണ്ടതില്ല. ഈ രാത്രിയിൽ വിടുതലിന്റെ രാത്രിയാ. യേശുവിനെ മാത്രം കേട്ട് ആരാധിക്കുക. ഹല്ലേലൂയ. ജീവനായ ക്രിസ്തുവാണ്, എല്ലാറ്റിനും മുൻപേയുള്ള ക്രിസ്തുവാണ്. 17ാമത് വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ സർവത്തിനും ആധാരമായ ക്രിസ്തുവാ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആധാരമാണെന്ന് ആൻറ്റി, ആധാരം. മമ്മി, ആധാരം കർത്താവാണെന്ന് സമ്മതിക്കുന്നുണ്ടോ ഇന്ന്? പപ്പ, താങ്കളുടെ ആധാരം കർത്താവാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആരോഗ്യത്തിൻ്റെ ആധാരം, ആയുസ്സിൻ്റെ ആധാരം, താങ്കളുടെ ഭാവിയുടെ ആധാരം, നിന്റെ വീടിൻ്റെ ആധാരം, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ആധാരം, ദൈവദാസനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ശുശ്രൂഷ തീർന്നു പോയെന്നൊന്നും പറഞ്ഞ് ആർക്കും നിന്നെ പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല. ശുശ്രൂഷകനാക്കിയതിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെന്ന്, അതിൻ്റെ ഉറപ്പ് കർത്താവിൻ്റെ കയ്യിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാം പെൺപിള്ളേരായി പോയതിനകത്തൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. ആധാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്, അവരുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. മോന് ജോലിയായില്ലെന്നൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്, അവന്റെ ആധാരം കർത്താവിന്റെ കയ്യിലുണ്ട്. അവൻ ഇതുവരെ കറങ്ങിത്തിരിഞ്ഞ് അതുവഴി ഇതുവഴി കാട്ടാക്കട വഴി, അല്ലെങ്കിൽ തൂങ്ങാമ്പാറ വഴി, നെയ്യാറ്റിൻകര വഴി, പൂവാറ് വഴി, കാഞ്ഞിരംകുളം വഴി ഒന്നും കറങ്ങി നടക്കേണ്ടവനല്ല. അവനെ കുറിച്ചുള്ള ആധാരത്തിനകത്ത് കയ്യൊപ്പ് പതിപ്പിച്ചത് കർത്താവാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കൊടുത്ത ഫയലുകൾ ഇന്നും തുറക്കാതെ ഓഫീസുകളിൽ അടഞ്ഞു കിടക്കുമ്പോൾ, മുട്ടിയ വാതിലുകൾ ഇന്നും തുറക്കാതെ കിടക്കുമ്പോൾ, റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞവൻ കാശും വാങ്ങിച്ചുകൊണ്ട് പോയ വഴി പോയി, അവൻ തിരിച്ചു വന്നിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകളെ സന്ദർശിച്ചിട്ടും അവിടെ പോയി മുട്ടിയിട്ടും ഒരു വഴിയും തുറന്നില്ല. ഇന്ന് രാത്രി കർത്താവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ ആധാരം കർത്താവിന്റെ കയ്യില്. ബ്ലസ് കണ്ടല് ചില ഫയലുകൾ തുറക്കുന്ന രാത്രിയാക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യാനിടയാകും. കർത്താവ് സർവത്തിനും ആധാരം. ഹല്ലേലൂയ. പേടിയും ഭയമൊക്കെ മാറ്റിക്കള. വാൽവിന്റെ ആധാരം കർത്താവിന്റെ കയ്യിലാണ് കേട്ടോ. ഹാർട്ടിന്റെ ആധാരമുണ്ടല്ലോ കർത്താവിന്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
കരൾ വീക്കമാന്നൊക്കെയാണ് ഡോക്ടർ കണ്ടെത്തിയത്. പുള്ളിക്ക് തെറ്റുപറ്റിയൊന്നുമല്ല, കരൾ വീക്കം തന്നെയാണ്. യൂട്രസിനകത്ത് ഒരു ഫൈബ്രോയിഡൊന്നും അല്ല, 5-6 ഉണ്ടെന്ന്. അതിന്റെ വളർച്ചയെ പരിശോധിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വ്യക്തമായിട്ട് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. വ്യക്തമായിട്ട് പറഞ്ഞാൽ ബോധം കെട്ട് തറയപ്പോവും. മനസ്സിലായി? യൂട്രസ് അകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഫൈബ്രോയിഡിന്റെ മുഴയുടെ വലിപ്പം പറഞ്ഞാൽ പേടിച്ച് താങ്കൾ തറ വീണു പോകും. അതുകൊണ്ട് ഡോക്ടർ ഉപായത്തിൽ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയാം, അതിനകത്ത് ഈ സാധനം ഫിറ്റ് ചെയ്ത് തന്ന കർത്താവ് അതിനെ കീറി മാറ്റാൻ നീ ഒപ്പിട്ട് കൊടുക്കണ്ട. ആ മുഴയുടെ മേലൊരു ആധാരം കർത്താവിന്റെ കയ്യിലുണ്ട്. സൗഖ്യമാക്കുന്ന കർത്താവ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ഗ്രൗണ്ടിൽ കർത്താവിന്റെ ഒരു ശക്തിയുടെ വ്യാപാരം, ഒരു കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ആ കാറ്റ് ഇന്ന് രാത്രി ചിലർക്ക് സൗഖ്യം വരുത്തി മടക്കി അയക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ, വിശ്വസിക്കുന്നവർ കർത്താവിനെ ആരാധിക്കട്ടെ. ആരാധനയുടെ ഇടയിൽ ചില സൗഖ്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കും. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള നാഡീ ഞരമ്പുകൾ, അസ്ഥി വ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ ഒരു ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. എല്ലാ നിരാശകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വേദനകളും മാറി ആരോഗ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, ശക്തിയോടെ മടങ്ങി വരാൻ ഇടയാകും. കാരണം ആധാരം കയ്യിലുള്ളവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പീഡനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഭയാനകങ്ങളാണ്. മനസ്സിലായില്ലേ? പള്ളി പൊളിച്ച് കളയാനും ഉപദേശിയ വഴി നടത്തി വേർപ്പിക്കാനും ഇനി പുത്തകം ചുമന്നുകൊണ്ട് ഇതിലെ വരരുതെന്നൊക്കെ പറയാനും പ്രബുദ്ധ മലയാളിയും കൂടെ തയ്യാറാകുന്നുണ്ട്. കാട്ടാക്കടയിലും തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതൊക്കെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. പക്ഷെ ഇതൊന്നും കണ്ട് വേദപുസ്തകവും പൂട്ടിക്കെട്ടി വീട്ടിനകത്ത് കയറി കഥ കടച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചാകുന്നിടത്ത് വീഴുന്നിടത്ത് ചാകുക എന്നുള്ളതല്ലാതെ ഇതിനെ അടച്ചു വെച്ചിട്ട് മാറാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളൊരാവേശത്തോടെ ആന്തവും കുന്തവും ഇല്ലാതെ ഈ പുസ്തകവുമായിട്ട് ഇറങ്ങി പാടാനും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ ആയുസിൻ്റെ ആധാരം ഒരുവന്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. ഭയമില്ല, ആരുടെയും ഔദാര്യം, ആരുടെയും തണലൊന്നും വേണ്ട. കർത്താവ് മാത്രം വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ആധാരം കയ്യിലുള്ളവൻ. അപ്പൊ നമ്മുടെ ജീവനായ ക്രിസ്തു ആധാരം കയ്യിലുള്ളവനാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം. ക്രിസ്തുവിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന വേറൊരു വാക്യമാണ് റോമാലേഖനം 9-ന്റെ 5-ാമത് വാക്യം. അല്ല, ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെ കേൾക്കുന്നത് സന്തോഷമുണ്ടോ? ആണോ? സന്തോഷമാണ്. സത്യമായിട്ടും പറയുകയാണോ? സ്വോത്രം. അല്ലെങ്കിൽ ഗത്തിൽ നിന്ന് പുള്ളിയെ വരുത്തണോ വിശിഷ്ടാതിഥിയായി? പ്ലസ് കണ്ടലയുടെ 2-ാം ദിവസം വിശിഷ്ടാതിഥിയായി ഗത്തിൽ നിന്നൊരാളിനെ വിളിക്കണോ? ഗത്തിലെ വിശിഷ്ടാതിഥി ആരാ? ഗത്തിലെ വിശിഷ്ടാതിഥി ആരാ? ആണ് മിണ്ടുന്നില്ല. ഗത്തിലെ വിശിഷ്ടാതിഥി ആരാ? ഗോലിയാത്തിനെ വേണോന്നാ എന്റെ ചോദ്യം. വേണ്ട. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരും സമ്മതിക്കുന്നില്ല, അവർക്ക് ഗോലിയാത്തൊക്കെ ഒന്ന് കേൾക്കണം. ക്രിസ്തു മാത്രം, ക്രിസ്തു മാത്രം. ആ കർത്താവിന്റെ പ്രത്യേകത കേൾക്കണോ? റോമാലേഖനം 9-ന്റെ 5-ാം വാക്യം നോക്കി. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ സർവത്തിനും മീതെ ദൈവമായി. കൊലോസ്യലേഖനം 1-17 സർവത്തിനും മുൻപേ ഉള്ളവൻ, നിത്യനെന്ന. പക്ഷെ റോമാലേഖനം 9-ന്റെ 5-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം പറയുന്നത് എന്താണ്? അവൻ സർവത്തിനും മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന സകല ഭീഷണിക്ക് മീതെ കർത്താവ് ഉണ്ടെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നമ്മൾ അനുഭവിക്കുന്ന സകല ഭീഷണിക്ക് മീതെ കർത്താവുണ്ട്. സർവത്തിനും മീതെ ദൈവമാണ്. അനുഭവിക്കുന്ന സകല രോഗബന്ധനങ്ങൾക്ക് മീതെ കർത്താവുണ്ട് സൗഖ്യദായകനായി. അത് ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, എന്തുമാകട്ടെ, അതിന് മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യം? ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ബാധിച്ചു നിൽക്കുന്ന രോഗബന്ധനത്തെ ശാസിക്കാൻ ആത്മശക്തി പ്രാപിച്ചോണം ഓരോരുത്തരും. ബ്ലസ് കണ്ടല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ബ്ലസ് പ്രാപിച്ച് പോകാവൂ, ഈ ബ്ലസ്സിങ്ങുമായിട്ട് പോകാവൂ. സ്വന്തമായിട്ട് ആത്മശക്തിയോടുകൂടെ രോഗബന്ധനത്തെ ശാസിക്കാൻ കഴിയുന്ന ഒരു ആത്മീക പദവിയിലേക്ക് വരണം നമ്മളെല്ലാവരും. പാട്ടുപാടുന്ന താളത്തിനനുസരിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ മാത്രമല്ല, അന്ധകാര ശക്തിയോട് കടക്ക് പുറത്തെന്ന് പറയാനുള്ള ആത്മീക അധികാരത്തിലേക്ക് വരണം. അതാണ് ബ്ലസ് കണ്ടലയുടെ ഉദ്ദേശം. നമ്മൾ ഒരുമിച്ച് വർഷാവർഷം ഇങ്ങനെ കൂടി ഗ്രൗണ്ടിൽ കൂടി പിരിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല, പ്രസംഗത്തെ വിലയിരുത്തി പോകുക എന്ന് മാത്രമല്ല, പ്രാപിക്കണം ഈ ആത്മശക്തിയെ. ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് പിണങ്ങാതിരിക്കുമെങ്കിൽ
പിണങ്ങിയാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കല്യാണമോ കൺവെൻഷനോ ആദിയായതൊക്കെ വരുമ്പം ഈ കസേരയൊക്കെ വാടകയ്ക്ക് എടുത്തു, കുഴപ്പമില്ല. ഈ ഗ്രൗണ്ടിനുള്ളതും ഈ മൈക്ക് സിസ്റ്റവും ആദ്യം ഇതുമെല്ലാം വാടകയ്ക്ക് എടുത്തു. ചെമ്പോ ഉരുളിയോ ചട്ടുകമോ താവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാടകയ്ക്ക് എടുത്ത് കൺവെൻഷനും കല്യാണവും ഒക്കെ നന്നായിട്ട് നടത്തിക്കൂ. വാടകയ്ക്ക് ഇതെല്ലാം കൂടെ കിട്ടിക്കോളും. മനസ്സിലായോ? വാടക കൊടുത്താൽ മതി. ഒരു കസേരയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാടക കൊടുത്താൽ മതി. പാടുത അടക്കമുള്ളതൊക്കെ വാടകയ്ക്ക് എടുത്തോണം. പക്ഷേ പിശാചിനെ തുരത്താനും രോഗത്തെ തുരത്താനും നീ ആരെയും വാടകയ്ക്ക് വിളിക്കരുത്. അതിനുള്ള കരുത്ത് കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആ പൊരുൾ മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് മനസ്സിലായി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ കാര്യം? വേറെ ആരെയും വാടകയ്ക്ക് വിളിക്കാതെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വം കൊണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന അമിത ബലത്തിന്റെ വ്യാപാരം കൊണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വല്ലഭത്വം കൊണ്ട്, അളവില്ലാത്ത നിലയിൽ നമ്മിലേക്ക് പകർത്തപ്പെടുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് നാം തന്നെ ശാസിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുന്നു പറയണം. മനസ്സിലായില്ലേ? ആ ശക്തിയുടെ പ്രാപണമാണ് ബ്ലസ് കണ്ടലിൽ ദൈവം ഈ രാത്രി പകരാൻ ആഗ്രഹിക്കുന്നത്. അത് വാങ്ങിച്ചോണ്ട് പോകാവൂ. മനസ്സിലാകുന്നുണ്ട്? ഇത് വന്നിരിക്കുമ്പോൾ മുതൽ സമയം നോക്കുക, സമയം നോക്കിയിരിക്കുക. വേദോസം കൊണ്ടുവന്നിട്ടില്ല, എന്നാലും വാച്ചിങ് കെട്ടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ സമയം നോക്കി ഇരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുന്നത് വരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ശക്തിയോടുകൂടെ മടങ്ങിപ്പോകാം. ആരെയും വാടകയ്ക്കെടുക്കാതെ ആത്മിക ശുശ്രൂഷ നിർവഹിക്കാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം റോമാലേഖനം 9:5 സർവ്വത്തിനും മീതെ. ചില ഉള്ളങ്ങളുടെ തേങ്ങലുകൾ ദൈവാത്മാ മനസ്സിലാക്കിയിട്ട് പറയുന്നു, നീ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുടെ മീതെ ഒരു കർത്താവുണ്ട്. അതാണ് ക്രിസ്തു യേശു. കൺവെൻഷൻ എനിക്കും ഒരു സന്തോഷമാണ്. പക്ഷേ അടുത്ത ദിവസം ഇത് വീട്ടണം, അടുത്ത ദിവസം കൊടുത്ത് തീർക്കണം, അടുത്ത ദിവസം ലോൺ അടയ്ക്കണം, അടുത്ത ദിവസം ഈ കാര്യത്തിന് പ്രതിസന്ധി ഉണ്ടാകണം. എന്താകും ഓർത്ത് വേവലാതിപ്പെടുകയാണ്. പക്ഷേ മഹാസമ്പന്നനായ ഒരുവൻ നിന്റെ വിഷയത്തിന് മേൽ കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2024 തുടക്കമാസത്തിൽ തന്നെ ബ്ലസ് കണ്ടലിൽ വന്ന് സംബന്ധിക്കാൻ ആരോഗ്യം കർത്താവ് തന്നത് നീ അനുഭവിക്കുന്ന ചില വ്യഥകളിൽ നിന്ന് നിന്നെ അഴിച്ചുവിടാൻ വേണ്ടിയാ. ദൈവദാസന്മാരോട് കർത്താവ് ശക്തമായി കൽപ്പിക്കുന്ന ഒരു ആലോചന ഞാൻ പറയാം. കെട്ടഴിപ്പീൻ, അവർ പോകട്ടെ. ചിലരുടെ കെട്ടുകൾ അഴിഞ്ഞു മാറും. ചിലരുടെ എന്നുള്ള പദത്തെ ഞാൻ പിൻവലിക്കുന്നു. വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെ കെട്ടഴിഞ്ഞ് സ്വതന്ത്രമാകും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കെട്ടോടുകൂടെ മടങ്ങിപ്പോകില്ല. ബ്ലസ് കണ്ടല കഴിയുമ്പോൾ കെട്ടോടുകൂടെ പോകുകയല്ല. സാമ്പത്തിക കെട്ടഴിഞ്ഞ് സ്വതന്ത്രമായി പോകണം. രോഗത്തിന്റെ കെട്ടഴിഞ്ഞ് സ്വതന്ത്രമായി പോകണം. ദാമ്പത്യ ജീവിതത്തിന്റെ ചില കെട്ടുപാടുകൾ അഴിഞ്ഞു മാറണം. ശക്തമായി നിന്നെ തുറച്ചു നോക്കുന്ന ചില കണ്ണുകളുടെ മുമ്പിൽ ഉപ്പൂറ്റി ഉറപ്പിച്ച് നെഞ്ച് വിരിച്ച് നിൽക്കാനിടയാകണം. കർത്താവ് അങ്ങനെ ചില പ്രവർത്തികൾ ചെയ്യാനിടയാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ഔന്നത്യങ്ങൾ ഇങ്ങനെ കൊണ്ട് പറഞ്ഞു പോയാൽ ഒത്തിരി പറയണം. 1 യോഹന്നാൻ ലേഖനം 5:20 പറഞ്ഞവൻ സത്യദൈവമാ നിത്യജീവനാണ്. കർത്താവിന്റെ മഹത്വമാണ്. 1 യോഹന്നാൻ 5:20 മനസ്സിലായോ? സർവശക്തനാണെന്നാണ് വെളിപ്പാട് പുസ്തകം 1:8 പറയുന്നത്. ഏകദൈവമാണെന്നാണ് യൂദ 20 പറയുന്നത്, 25 പറയുന്നത്. ഈ വാക്യങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. കാരണം എൻ്റെ സന്ദേശത്തിൻ്റെ 2ാം പാദത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ എന്തോ ചെയ്യുമെന്നാ? തേജസ്സിൽ. എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. ഇനി ഉറപ്പിന് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിനുള്ള യോഗ്യത ഞാൻ അങ്ങോട്ട് പറയാൻ പോവുക. ഇനിയും ആ യോഗ്യത ഉണ്ടോ എന്ന് അവസാനം ഈ യോഗ്യതകൾ പറഞ്ഞു കഴിഞ്ഞ് കൈ ഉയർത്താൻ പറയും. അന്നേരം ഈ പൊങ്ങിയ കൈയെല്ലാം പൊങ്ങണം. മനസ്സിലായില്ലേ? കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ എന്തോ ചെയ്യുന്ന. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഭാവി പ്രത്യാശ. ഇവിടെ ഇങ്ങനെ കൊട്ടിപ്പാടി കുറെ കൺവെൻഷനും ഒക്കെ കൂടി സഭായവും കൂടി സ്വോത്രകാഴ്ചയിട്ട് കർത്താവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചിട്ട് മണ്ണിൽ തന്നെ വിലയം പ്രാപിച്ച് പോകാനല്ല. കർത്താവ് വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ വെളിപ്പെടണം. അതാണ് നമ്മുടെ ആത്യന്തിക പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എല്ലാറ്റിൻ്റെയും പുറകെ പോയാൽ അങ്ങനെ വെളിപ്പെടത്തില്ല. ക്രിസ്തുവിനെ മാത്രം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രമാണങ്ങളിൽ ഉജ്ജ്വലമായിരിക്കുന്ന 1-2-3 ചിന്തകൾ ഞാൻ പറയാം. യൂത്ത്സിന് വേണ്ടി പറയാം. അവരത് കുറിച്ചുകൊള്ളണം, ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ഓർത്തിരിക്കാമെന്നൊന്നും പറഞ്ഞാൽ ഓർക്കത്തില്ല. യോഗം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് തന്നെ മറന്നു പോകും. അതുകൊണ്ട് കുറിച്ചുകൊള്ളണം. ഒന്നാമത്തേത് സോള ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാത്രം. വേറെ ഒന്നിനോടും കൂട്ടിച്ചേർക്കാൻ പാടില്ല.
ക്രിസ്തു മാത്രം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആശ്രയം, ആരാധന, കണ്ടോ, ഇതെല്ലാം അനുസരണം എല്ലാം ക്രിസ്തു മാത്രമാകണം. അതാണ് സോള ക്രിസ്റ്റോസ്, ഗ്രീക്ക് പ്രയോഗമാണ്. ഓക്കെ, സോള ക്രിസ്റ്റോസ് എന്നുള്ളത്. അടുത്തത് സോള സ്ക്രിപ്ചുറ എന്നതാണ്. സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വചനം മാത്രം. മാത്രമെന്ന പദം ചേർത്ത് പഠിക്കേണ്ട ഒന്നാമത്തേതാണ് ക്രിസ്തു മാത്രം. എൻ്റെ വിശ്വാസത്തിന് ആധാരം, എൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ആധാരം, എൻ്റെ ജീവിതത്തിന് ആധാരം, എൻ്റെ ആരാധനയ്ക്ക് ആധാരം, എൻ്റെ ആശ്രയത്വത്തിന് ആധാരം, എൻ്റെ അനുകരണത്തിന് ആധാരം ക്രിസ്തു മാത്രം. എത്ര പേർ സമ്മതിക്കുന്നുണ്ടത്? പ്രൈസ് ദി ലോർഡ്. അടുത്തത് എൻ്റെ നിലനിൽപ്പിന് ആധാരം വചനം മാത്രം. അതാണ് സോള സ്ക്രിപ്ചുറ. സ്ക്രിപ്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ വചനം മാത്രം. ദൈവവചനത്തെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയണം. ദൈവവചനം മാത്രം. ദൈവദാസന്മാരോട്, വേദവിദ്യാർത്ഥികളോട്, വന്നിരിക്കുന്ന ദൈവമക്കളോടൊക്കെ ഞാൻ പറയാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, പരസ്യമായി പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് കിട്ടിയ ഈ വചനം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, ഈ വചനപ്രകാരം ജീവിക്കാൻ വേറെ ഒരു പുസ്തകത്തിന്റെ സഹായം നമുക്ക് വേണ്ടെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? വേദപുസ്തകം മാത്രം. അത് നമ്മുടെ തത്വമാണ്, നമ്മുടെ പ്രിൻസിപ്പിളാണ്. എന്താ? സോള സ്ക്രിപ്ചുറ എന്ന് പറയുന്നത് വചനം മാത്രം. ചിലർക്ക് യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ വേറെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിലൂടെ കയറി ഇറങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. ആ പുരാണം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റൊരുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞ് അതും ഇതുമെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയിട്ട് യോഹന്നാനും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരും യോഹന്നാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ള നിലയിൽ വേദപുസ്തകം പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും വേദപുസ്തകം വെളിപ്പെടുത്താൻ വേറൊരു മതഗ്രന്ഥങ്ങളുടെ സഹായം വേണ്ട. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ 147 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ പഠിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ തൻ്റെ വചനം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി ിരിക്കുന്നു. അടുത്ത വാക്യം, വേറൊരു ജാതിക്കും അവൻ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് സ്വത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. വേറൊരു ജാതിക്കും എന്തോ ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേറെ മതഗ്രന്ഥങ്ങൾ തേടേണ്ട കാര്യം എന്താന്ന്? അവിടെ സൂക്തത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ബൃഹദാരണ്യകോപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില സൂക്തങ്ങളൊക്കെ എടുത്തു വെച്ച് അലക്കുന്ന കേട്ടിട്ടുണ്ടോ? എന്തിന്? യേശുവിനെ പ്രസംഗിക്കാൻ. യേശുവിനെ പ്രസംഗിക്കാൻ ഒരു സൂക്തത്തിന്റെ ആവശ്യമില്ല, വേദപുസ്തകം മാത്രം മതി. അതാണ് സോള സ്ക്രിപ്ചുറ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാ എൻ്റെ സംഗതി. അപ്പൊ എല്ലാം കൂടെ ഒന്നാണെന്നൊക്കെ ചിന്തിക്കുമ്പോഴാ കണ്ടോ, മന്ത്രി നമ്മളെ സ്നേഹത്തോടെ ഇൻവിറ്റേഷൻ കാർഡ് തന്നിട്ട് വിളിച്ചിട്ട് പോയുണ്ടോ, ബ്ലസ് കണ്ടലേക്ക് ഞങ്ങൾ വന്നു, ഞങ്ങളുടെ സപ്താഹ യജ്ഞത്തിന് നിങ്ങളും വരണം. പോയേ പറ്റത്തുള്ളൂ. അത് നമ്മൾ വരുത്തി വയ്ക്കുന്ന ഓരോ ഗുലുമാലാണ് ഇതൊക്കെ. മനസ്സിലായില്ല? നമ്മൾ ഇങ്ങോട്ട് വിളിച്ചപ്പം വന്നു, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അവിടെയും ചെന്ന് പായസം കുടിച്ചിട്ട് വരാനേ പറ്റുള്ളൂ. സ്വത്രം പറഞ്ഞു കുടിച്ചോ, കുഴപ്പമില്ല. ഞാൻ വരത്തില്ല കേട്ടോ, ഞാൻ വരത്തില്ല. കാരണം എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നല്ല, എല്ലാം ഒരുവനിൽ കേന്ദ്രീകരിക്കുന്നില്ല. എല്ലാ പുസ്തകവും ഒന്നല്ല, വേറിട്ട് ഒന്നാ നെഞ്ചിൽ നമ്മൾ ചുമക്കുന്ന വിശുദ്ധ ബൈബിൾ. ഇത് വേറൊരു ജാതിക്കും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന്. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, ക്രിസ്തുവിലുള്ള രക്ഷ പ്രസംഗിക്കാൻ ഒരു ഗ്രന്ഥത്തിന്റെ സഹായം വേണ്ട. ഇതൊരു ജാതിക്കും വെളിപ്പെടുത്താത്തത് നമുക്ക് മാത്രം തന്നതാ. ബോധ്യമായവർ എത്ര പേരുണ്ട്? ബോധ്യമായവർ എത്ര പേരുണ്ട്? ഇവിടെ കിട്ടാത്ത നന്മ വേറെ എങ്ങും കിട്ടത്തില്ല നിനക്ക്. ഇവിടെ കിട്ടാത്ത ആത്മസായുജ്യം വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഇവിടെ കിട്ടാത്ത വിടുതൽ വേറെ ഒരിടത്തും കിട്ടത്തില്ല. യേശുവിനുള്ള സൗഖ്യം പോലെ വേറെ എങ്ങും കിട്ടത്തില്ല. നിംസിലുമില്ല, കിംസിലുമില്ല, മിംസിലുമില്ല, കോസ്മോപൊളിറ്റനിലുമില്ല, സ്ലീബ മെഡിസിറ്റിയിലുമില്ല, ആസ്റ്റർ മെഡിസിറ്റിയിലുമില്ല, അമൃതയിലുമില്ല, ലേച്ചോറിലുമില്ല. ഇതിനേക്കാൾ വലിയ വിടുതൽ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ സമയമാൻ രഥത്തിൽ നിന്നുള്ള പാട്ടും പാടി വാനിൽ ഇങ്ങോട്ട് പൊതിഞ്ഞോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അവിടെ വേറെ വിടുതൽ ഉണ്ടെങ്കിൽ ആണോ? നില പരിങ്ങലിലായി കഴിയുമ്പോൾ അങ്ങോട്ടല്ലേ കൊണ്ടുപോവുക? ഈ പറഞ്ഞിടത്തോട്ടൊക്കെ ആണല്ലോ കൊണ്ടുപോകുന്നത്. അവസാനം നില പരിങ്ങലിലായി തന്നെ തിരിച്ചിങ്ങോട്ട് പൊതിഞ്ഞോണ്ട് വരുമ്പം നമ്മുടെ കിഡ്നി കൊണ്ട്, യൂട്രസ് കൊണ്ട്, കണ്ണുകൊണ്ടും, മസ്തിഷ്കം കൊണ്ടും, നട്ടല്ലുകൊണ്ടും അവൻ ഒരു നിലയും കൂടെ പണിതു മേളോട്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ നില പരിങ്ങലിലായി, അവർ പിന്നെ ഒരു നിലയും കൂടെ പണിതു. മനസ്സിലായോ? ഒരു 20 കൊല്ലത്തിന് മുമ്പ് നിങ്ങൾ കണ്ട ഹോസ്പിറ്റലാണോ ഇപ്പൊ കാണുന്നത്? അല്ല. പണ്ട് അതിനകത്തോടെ സ്റ്റെപ്പ് കയറി പോയാൽ മതി. ഇപ്പൊ ലിഫ്റ്റേ കയറി പോകണം. കാരണം അങ്ങ് ആകാശം മുട്ടത്തക്ക നിലയിൽ വളർന്ന് പെരുകി. അത് നിന്റെ യൂട്രസ് കൊണ്ട് പണിതതാ, അറിയാമോ? നിന്റെ നട്ടല് കൊണ്ട് പണിതതാ, നിന്റെ ശരീര അവയവങ്ങൾ കൊണ്ട് പണിതതാ. എന്നിട്ട് നമ്മൾ ബന്ധകോശുകാർ പാടുന്നത് എന്താ? രോഗശയ്യയിലെനിക്കു. അത് പാടുമ്പോ എന്നാ വൈബ്രേഷൻ ആണെന്നറിയാം. ഏത് കട്ട ഞെക്കണമെന്ന് കീബോർഡിസ്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോവുക. മനസ്സിലായില്ലേ? രോഗശയ്യയിൽ എനിക്ക് രോഗിക്കു വൈദ്യനവൻ
എന്നൊക്കെ പറഞ്ഞു. സർ ഒരു പുള്ളി വേദിയിൽ നിന്നുകൊണ്ട് ഈ സർവശക്തൻ എന്നുള്ള പാട്ട് പാടി. രോഗിക്ക് വൈദ്യനവൻ സർ. തീരുന്നില്ല, സർ ഇങ്ങനെ പോവുക. യേശുവിന്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് പാടുകയും പറയുകയും ചെയ്യുമ്പോഴും ഇപ്പൊ തന്നെ ബാക്കി പരിശോധിച്ച് നോക്കി. പാരസെറ്റാമോളും മിക്സാക്ഷൻ 500 പിന്നെ മെറ്റ്ഫോമിനും ഒക്കെ ഇപ്പൊ തന്നെ കൈ കരുതിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇരട്ടത്താപ്പ്. ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. പെന്തക്കോസ്ത് കേരളത്തിൽ വേറെ ഓടിയത് ക്രിസ്തുവിലുള്ള ആശ്രയത്തിന്റെ രോഗസൗഖ്യത്തിലൂടെയാ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? നമ്മുടെ നിലപാട് മാറ്റരുത്. ഇവിടെ കിട്ടാത്ത ഒരു വിടുതലും വേറെങ്ങും കിട്ടത്തില്ല. ഇവിടെ കിട്ടാത്ത ഒരു ഉന്മേഷവും വേറെങ്ങും കിട്ടത്തില്ല. നീ വേദപുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അത് വേറെ ഒരു പുസ്തകത്തിലും കിട്ടത്തില്ലെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? മതഗ്രന്ഥങ്ങളിൽ യേശു ഉണ്ടെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത തീസീസിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിലർ ഡോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ ഡോയ്ക്കൊന്നും ഇവിടെ നേരമില്ല. ഞാൻ പറയാം, ഈ വാക്യം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വെട്ടിക്കളയണം. 147 19 20 എടുത്ത് കളയണം. കാരണം വേറൊരു ജാതിക്കും അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പാടാറുണ്ടല്ലോ, എന്തൊന്നാ പാട്ട്? പരദേശികൾ നാം ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതി ഉണ്ടോ? ഇല്ല പൊന്നെ, ഇതുപോലൊരു ജാതി വേറെ ഇല്ല. എന്തായാലും സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാക്കണേ. സോളാ സ്ക്രിപ്ചുറ, എന്താ? വചനം മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകല്ലേ. ഒന്നാമത് പറഞ്ഞ എന്താ? സോളാ ക്രിസ്റ്റോസ്. രണ്ടാമത് പറഞ്ഞത് സോളാ സ്ക്രിപ്ചുറ. മൂന്നാമത്തത് സോളാ ഗ്രേഷ്യ. സോളാ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൃപ മാത്രം. കൃപ മാത്രം മതി അച്ഛാ. കൃപ പ്രാപിക്കാൻ പറ്റുമോ? അത് മതി മുമ്പോട്ടുള്ള നടത്തിപ്പിന്. കീശയിലെ കാശിൻ്റെ കനമൊന്നും പലപ്പോഴും ഉപകാരമാകത്തില്ല. മന്ത്രിയുമായിട്ടുള്ള ബന്ധവും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം, കളക്ടറുമായിട്ടുള്ള ബന്ധം, സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള ബന്ധം, SI ബന്ധമൊന്നും ചിലപ്പോഴൊന്നും നമുക്ക് ഉപകാരമാകത്തില്ല. ഉപകാരമാകുന്ന ഒരു ബന്ധം കൃപയുമായിട്ടുള്ള ബന്ധമാണ്. കൃപ മാത്രം മതി. അതാ സോളാ ഗ്രേഷ്യ. കൃപ മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടലേക്ക് പൗലോസിനെ വിളിച്ച് നിങ്ങളൊരു ഒരു അനുമോദനം കൊടുക്കുക, ആദരവ് കൊടുക്കുക. ഷിമോനം, ഷൈൻ പാസ്റ്ററും, ഷേർജൻ പാസ്റ്റർ, ബാക്കിയുള്ള ഔദ്യോഗിക സ്ഥാനികളെല്ലാം കൂടെ ചേർന്ന് പൗലോസിന് ഒരു ആദരവ് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തൊന്ന് പ്രസംഗിക്കാനായിട്ട് 10 പേരെയും കൂടെ ആക്കണം. പൗലോസിന്റെ മിഷണറി യാത്രയെക്കുറിച്ച് പറയാൻ ഒരാൾ, പൗലോസിന്റെ ലേഖനങ്ങളെക്കുറിച്ച് പറയാൻ വേറൊരാൾ, പൗലോസിന്റെ സഭാസ്ഥാപനത്തെക്കുറിച്ച് പറയാൻ വേറൊരാൾ, പൗലോസ് തീത്തോസിനെ, എപ്പഫ്രാസിനെയും ഫേബ തുടങ്ങിയുള്ളവരെ വളർത്തി വലുതാക്കിയതിനെക്കുറിച്ച് പറയാൻ വേറൊരാൾ. ഇങ്ങനെ ഷിമോൻ പാസ്റ്റർ പലരെയും ഇങ്ങനെ നിയോഗിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. പൗലോസ് ഇതെല്ലാം കേട്ടോണ്ടാകാതിരിക്കുക. കുറേ പേര് പൗലോസിന്റെ ഇങ്ങനെ വിഷയാടിസ്ഥാനത്തിൽ ഓരോരോ പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവസാനം മറുപടി പ്രസംഗത്തിന് ഇപ്പോൾ ആദരണീയനായ അപ്പോസ്തലൻ പൗലോസിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറയുന്നത് ലൈവ്, ഒരു നീണ്ട പ്രസംഗം കേൾക്കാൻ എല്ലാവരും, ഫോട്ടോഗ്രാഫേഴ്സ് അടക്കം, നിങ്ങളുടെ എല്ലാം മൊബൈൽ ഫോൺ പൗലോസിന്റെ നേരെ അങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയാൻ സാധ്യതയുള്ള ഒറ്റ വാചകം നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു. പക്ഷെ അതൊന്നും ഞാനല്ല ചെയ്തത്, കൃപയാണ്. കൃപയാണ്. What I am by the grace of God. തിരിച്ചായാലും കുഴപ്പമില്ല. By the grace of God I am what I am. നിങ്ങൾ പറഞ്ഞു, ഞാൻ സഭ സ്ഥാപിച്ചു, ഞാൻ ഒത്തിരി പേരെ വളർത്തി വലുതാക്കി, ഞാൻ മിഷണറി യാത്രകൾ ചെയ്തു, അതൊക്കെ ശരിയാ. പക്ഷെ അതൊന്നും ഞാനല്ല. പിന്നെ ആരാ? കൃപയാണ്. അപ്പൊ കൃപ മാത്രം മതി ജീവിക്കാൻ. റിയാലും ദീർഘവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും ഒക്കെ ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. ഔദ്യോഗിക പദവികളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ വിജയിക്കണമെങ്കിൽ കൃപ വേണം. അതാണ് സോളാ ഗ്രേഷ്യ എന്ന് പറയുന്നത്. അടുത്ത ഒരെണ്ണം കൂടെ പറയട്ടെ, സോളാ ഫിഡ. സോളാ ഫിഡ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം. ക്രൈസ്തവ മൂല്യങ്ങളുടെ 4 തത്വങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോളാ ഫിഡ വിശ്വാസം മാത്രമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ ആ ഉന്നത്യത്തെ ഇങ്ങനെ ആഴത്തിൽ അറിയുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഇനി ആ വാക്യത്തിന്റെ ഒരു ചിന്ത കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അവൻ വെളിപ്പെടുമ്പോൾ നാമം തേജസ്സിൽ വെളിപ്പെടണം. അതിനുള്ള യോഗ്യതകൾ എന്താണെന്നറിയാമോ? കണ്ടല കേൾക്കണം. ഒന്ന്, കർത്താവിന്റെ മടങ്ങി വരവിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, മരിച്ചവരുടെ പുനരുത്ഥാനം. 2, ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം. ഈ 2 കാര്യം നടക്കണമെങ്കിൽ യോഗ്യതകളുണ്ട്. എല്ലാവരും ഒന്ന് രൂപാന്തരപ്പെടുകയും മരിച്ചവരിൽ നിന്നും ഉയർത്തു വരികയും ചെയ്യത്തില്ല. അതിന് യോഗ്യതകൾ വേണം. യോഗ്യത ഇല്ലാത്തവർ മരിച്ചാലും അടക്കത്തിന്റെ നേരത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഉപദേശമാര്, പ്രധാന കാർമ്മികൻ പറയും, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ
എഴുന്നേറ്റ് വരും. കാഹളനാളിൽ നമുക്കൊരുമിച്ച് കാണാം. മിക്കവാറും ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഷിമോൻ പാസ്റ്റർ ആയിരിക്കുമല്ലോ. അദ്ദേഹം പറയുകയാണ്, അവസാനത്ത് ഒരു പിടി മണ്ണ് വാരി പെട്ടിപ്പുറത്തോട്ട് ഇട്ടിട്ട്, ഇറക്കി വെച്ച പെട്ടിയുടെ പുറത്തോട്ട് ഒരു പിടി മണ്ണ് ആദ്യം അദ്ദേഹം അങ്ങോട്ടെടുത്തിട്ടിട്ട് പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ ഓഹരിയെ പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ മണ്ണിടുന്നത്, പിന്നെ പെട്ടി മൂടുന്നത് അല്ലേ. ആ ശ്മശാന ഭൂമിയിൽ നിന്ന് ഷിമോൻ പാസ്റ്റർ അങ്ങ് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കണം, പാസ്റ്ററേ ഈ പുള്ളി കാഹളനാളിൽ പൊങ്ങുമോ? അങ്ങോട്ട് മാറ്റി നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം നമ്മളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയും പൊങ്ങുകയില്ലെന്ന് പറയും. അതെന്നാ പാസ്റ്റർ? പിന്നെ പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ ഈ കാഹളനാളിൽ കാണാമെന്ന്. അതെന്നാ കാര്യം? അല്ല, അത് ഈ പുള്ളി പൊങ്ങത്തില്ല, എല്ലാവരും പൊങ്ങയില്ലെന്നല്ലേ, ഈ പുള്ളി പൊങ്ങയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാ കാര്യം, പുള്ളിയുടെ ജീവിത രേഖ ഞങ്ങൾക്കറിയാമല്ലോ. എങ്ങനായിരുന്നു ജീവിച്ചത്, പള്ളിയിൽ എങ്ങനായിരുന്നു, ആരാധനയ്ക്ക് എങ്ങനായിരുന്നു, കമ്മിറ്റിയിൽ എങ്ങനായിരുന്നു, ഭാര്യയോട് എങ്ങനായിരുന്നു, മക്കളോട് എങ്ങനായിരുന്നു, മാതാപിതാക്കളോട് എങ്ങനായിരുന്നു എന്നൊക്കെയുള്ള ജീവിതത്തിൻ്റെ നാൾ വഴി ഉപദേശിയായി എനിക്കറിയാം. അതുകൊണ്ടാണ് പുള്ളി പൊങ്ങുകയില്ലെന്ന് പറഞ്ഞത്. കാരണം പൊങ്ങേണ്ടതിനുള്ള യോഗ്യത അറിയാവുന്നവർക്ക് എല്ലാം പേരും പൊങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ശവസംസ്കാര ശ്രോടിക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രം അത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുക. അങ്ങനാണെങ്കിൽ യോഗ്യത എന്താണെന്ന് പഠിക്കണം. ഇനി യോഗ്യതകൾ അക്കമിട്ട് നിരത്താൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല, എങ്കിലും ചിലത് പറയാം. സ്തോത്രം. അല്ലെങ്കിൽ എന്നെങ്കിലും പ്ലസ് കണ്ടലേക്ക് ഇനി ഒരു 10-12 കൊല്ലം കഴിഞ്ഞ് എന്നെ വിളിക്കത്തുള്ളതാണ്. അങ്ങനെ ഒരു ഹാലിയുടെ വാൽനക്ഷത്രം പോലെ എനിക്കും പ്ലസ് കണ്ടലേക്കും തമ്മിൽ ഒരു 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഞാനിവിടെ വരുമ്പം ഞാനുണ്ടാവുമെന്നറിയില്ല, നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നറിയില്ല. എങ്കിലും ചിലത് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ കർത്താവിൻ്റെ കാഹളനാളിൽ ഉയർത്തു വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ യോഗ്യത തെസ്സലോനിക്ക ലേഖനം 4:16, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ആരാകണം നമ്മൾ? ക്രിസ്തുവിൽ ഉള്ളവരാകണം. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ പറ്റൂ. ക്രിസ്തുവിൽ മരിച്ചാൽ മാത്രമേ ഉയർക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? അപ്പൊ ഇന്ന് രാത്രി ചിന്തിക്കണം, ക്രിസ്തുവിൽ ആണോ, ക്രിസ്തുവിനോട് കൂടെയാണോ? Not with him but in him എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ മൂല്യം. ക്രിസ്തുവിനോട് കൂടെയല്ല, പിന്നെ എവിടെയാ? ക്രിസ്തുവിൽ ആകണം. അങ്ങനെയുള്ളവരെ ഉയർത്തു വരുന്നത്. താങ്കളുടെ ജീവിതം, താങ്കളുടെ ദാമ്പത്യം, താങ്കളുടെ സാമ്പത്തികം, താങ്കളുടെ സാമൂഹ്യ ജീവിതം, താങ്കളുടെ സഭാ ജീവിതം, വ്യക്തിപരമായ ജീവിതം, കൂട്ടത്തിലുള്ള ജീവിതം എല്ലാം ക്രിസ്തുവിൽ ആയാൽ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ യോഗ്യത വേഗം ഞാൻ പറയാം. എങ്ങും ഞാൻ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഓടിച്ച് പറയേണ്ടതുമല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. രണ്ടാമത്തെ യോഗ്യത, ക്രിസ്തു മരിച്ചു നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ മഹത്തായിരിക്കുന്ന കർമ്മത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന ശുശ്രൂഷ ചെയ്തേ പറ്റൂ. അതിനെന്നാ സ്വോത്രം പറയാത്തെ? ഏതാ വാക്യം? സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ഉയർത്തു വരത്തുള്ളെന്ന്. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ രൂപാന്തരപ്പെടത്തുള്ളൂ. വചനം അങ്ങനെ പറയുക. കനത്ത ഒരു വാക്യം തരാം. റോമാലേഖനം 6:5 റോമർ 6:5 പറയുന്നു, അവന്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മരണത്തോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷ ഏതാ? സ്നാനമാണ്. അതെങ്ങനെങ്കിലും പെട്ടാ പോരാ. 5-6 പിടി വെള്ളം വാരി തലവഴി ഒഴിച്ചാൽ പോരാ. കാറ്റിനകത്തോട്ട് ഇറങ്ങിയിട്ട് കയറിപ്പോന്നാ പോരാ. പിന്നെന്തോ ചെയ്യണം? കർത്താവ് മുങ്ങി പൊങ്ങിയ പോലെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങണം. മനസ്സിലായവർ എത്ര പേരുണ്ട്? മുങ്ങിപ്പൊങ്ങണം. കർത്താവ് കാണിച്ച മാതൃക അതാ. അപ്പോസ്തലന്മാർ ചെയ്ത മാതൃക അതാ. വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാതൃക അതാണ്. അങ്ങനെ സ്നാനം. റോമർ 6:5 ഒരിക്കലും മറക്കരുത്. അവന്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കും. അപ്പൊ അവന്റെ മരണത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കത്തില്ല. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഹല്ലേലൂയ. അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന അഭിഷക്തനായ ദൈവദാസന്റെ അരികിലേക്ക് പ്രാർത്ഥനാ മന്ത്രണങ്ങളുമായി ഇറങ്ങി വരുന്ന ഒരു വ്യക്തി. ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവദാസനെ സ്നാപകൻ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്നത് സ്നാനാർത്ഥി എന്നാണ്. അപ്പൊ സ്നാപകന്റെ അരികിലേക്ക് സ്നാനാർത്ഥി വരുമ്പോൾ ഒണ്ണക്കാരനോ പൊണ്ണക്കാരിയൊക്കെ ആകാം, നീളം കുറഞ്ഞതോ നീളം കൂടിയ വ്യക്തിയൊക്കെ ആകാം. കര നിൽക്കുന്നവർക്ക് ഒരാശങ്ക, എൻ്റെ ദൈവമേ ഈ ദൈവദാസൻ താങ്ങുമോ ഈ പുള്ളിക്കാരി? ഇത്രയും വണ്ണത്തിൽ ഒരാളിനെ മുക്കിയിട്ട് പിന്നെ പൊക്കുവോ? അങ്ങനെയൊന്നും നിങ്ങൾ പേടിച്ച് കര നിൽക്കേണ്ട, ധൈര്യമായിട്ട് ഇറങ്ങി വാ. എത്ര എണ്ണത്തെ മുക്കി പൊക്കിയതെന്നറിയാമോ? അതിനുള്ള കൃപയുള്ളവരായി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം. അപ്പം അങ്ങോട്ട് ഇറങ്ങി വന്ന് പരുവത്തിനെ കൊണ്ട് പിടിച്ചു നിർത്തി കരം കുപ്പി നിൽക്കുന്ന ആ വ്യക്തിയോട് തുരുതുരുതുരാന്ന് ചില ചോദ്യങ്ങൾ. ആ ചോദ്യത്തിനെല്ലാം യെസ് 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 യെസ്, അതെ 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 എന്ന് മറുപടി കിട്ടുമ്പോൾ തലയിലോട്ട് കൈവച്ച് ബ്ലെസ്സിങ് പ്രയർ നടത്തിയിട്ട് നിന്റെ വാമടിയിൻ പ്രകാരം വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരം ഞാൻ നിന്നെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊരൊറ്റ മുക്കുമ്പം അണിവരൽ പോലും പുറത്ത് കാണത്തില്ല. വെള്ളത്തിനടിയിലോട്ട് ഞങ്ങൾ താക്കും. മുടിനാരയുടെ പോലും പുറത്ത് വരത്തില്ല. ആൻറ്റി മനസ്സിലായി? പിടിച്ച് താക്കും. അങ്ങനെ താക്കുന്നത് ഇത്രയും ബ്ലസ് കണ്ടല നടത്തിയിട്ട് നീ മുങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് വാശി തീർക്കാനല്ല പിടിച്ച് താക്കുന്നത്. വാശി തീർക്കാനാണെങ്കിൽ പിടിച്ച് താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കുന്ന ഇടപാടല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ താക്കുന്നതെന്ന് അറിയാമോ? ഒരിഞ്ച് പോലും പുറത്ത് കാണാത്ത പരുവത്തിൽ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുന്നത് മരണ അടക്കത്തോട് ഏകീഭവിക്കാനാണ്. എത്ര പേർക്ക് മനസ്സിലായി? മരിച്ച മൃതശരീരത്തെ അടക്കുന്നത് വെളിയിൽ കാണിച്ചോണ്ടല്ലോ. ആ പെട്ടി അല്പം പോലും വെളിയിൽ കാണുന്നില്ല, ഭൗതിക ശരീരം അല്പം പോലും വെളിയിൽ കാണുന്നില്ല. കാണാത്ത പരുവത്തിൽ പിടിച്ച് താക്കുന്നത് അടക്കത്തോടെ ഏകീഭവിക്കാന്. പക്ഷെ യേശു അടക്കപ്പെടുക മാത്രമല്ല, ഉയർക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് പിടിച്ച് പൊക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പൊ മരണത്തോട് ഏകീഭവിക്കുന്ന അനുഗ്രഹീതമായ സ്നാനമെന്ന കർമ്മം വിശേഷ വിധിയായി ചെയ്ത വ്യക്തിയുടെ ശരീരം മാത്രമേ രൂപാന്തരപ്പെട്ടു വരത്തുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉപദേശം വ്യക്തമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. മൂന്നാമതൊരു കാര്യം കൂടെ പറയട്ടെ. മൂന്നാമത്തെ കാര്യം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യം. 1 കൊരിന്ത്യർ 6-13-14 വാക്യം. പ്രൈസ് ദി ലോർഡ്. സമയം പോയതിൽ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പം നിർത്താൻ പോവുകയാണെന്ന് പറയുന്നത് നിർത്താനല്ല, ഒരിടക്കാല ഒരാശ്വാസം പറയാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധി പട്ടികയിലാണെന്ന് എനിക്കറിയാം. മന്ത്രിയെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര നേരം ഇരുന്നു, പിന്നെ ഉപദേശിയെ കേൾക്കാൻ ഇരിക്കാതെ നിർവാഹമില്ലല്ലോ. അങ്ങനെയും കൂടെ ഒരു പൂട്ടിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആ പൂട്ട് ഞാനിപ്പോൾ തുറക്കാൻ പോവുകയാണ്, ഉടനെ വിട്ടേക്കാം. സ്തോത്രം. ഈ സംഭവം കൂടെ കേൾക്കാതെ പോകരുത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിന്. ശ്രദ്ധിച്ചു പഠിച്ചോണം. യൂത്ത്, എൻ്റെ കുഞ്ഞനുജന്മാരെല്ലാവരും 26 വയസ്സിൽ താഴെയുള്ളവരൊക്കെ എൻ്റെ മക്കളുടെ പ്രായമാണ്. ഓക്കെ, 26 വയസ്സ്. എൻ്റെ മോൻ 27 വയസ്സായി, മൂത്ത മോൻ. അടുത്ത 24-ാം തീയതി ബുധനാഴ്ച വിവാഹമാണ് അവൻ്റെ. അമ്മാവിയപ്പനാകാൻ പോവാൻ ഞാൻ, കുഞ്ഞുകളിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 26 വയസ്സിന് താഴോട്ടുള്ള മക്കള്, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മക്കളുടെ പ്രായമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം. മോളെ, നിന്റെ ശരീരം നീ ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. വിവാഹിതരും അവിവാഹിതരും കേട്ടോണം. ദുർനടപ്പെന്ന പ്രയോഗം. നിന്റെ ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. ശരീരം കർത്താവിന് വിട്ടുകൊടുക്കണം, കർത്താവ് ശരീരത്തിനും. ആ വ്യവസ്ഥ പറഞ്ഞിട്ട് 14-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാ: എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. പുനരുത്ഥാനത്തിന്റെ യോഗ്യത ഇത്ര പക്ക വിശദീകരിച്ചിരിക്കുന്ന ഒരു വാക്യം വേറെ ഉണ്ടോ? ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കാതിരുന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ച പോലെ നമ്മുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്ന്. അപ്പൊ ദുർനടപ്പ് എന്തോന്ന് പഠിക്കണം, ശ്രദ്ധിച്ചു പഠിച്ചോണം. കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയുള്ള ഈ വേദിയിൽ അത് തുറന്നു പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാനും നിർവാഹമില്ല. ഓൺലൈനിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം, വിദേശത്തും സ്വദേശത്തും ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം. ദുർനടപ്പ് എന്ന വാക്കിന്റെ ആ മലയാള പദത്തിൽ 2 പദങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. 1 വ്യഭിചാരം, 2 പരസംഗം. വ്യഭിചാരവും പരസംഗത്തിനും കൂടെ ഒറ്റ പദമാണ് ദുർനടപ്പ് എന്ന് പറയുന്നത്. എന്താണ് വ്യഭിചാരവും പരസംഗം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന്, ശരീരം സൂക്ഷിക്കേണ്ടതിന് ആവശ്യകത പഠിക്കുമ്പോൾ ദുർനടപ്പുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ പെട്ടുപോകരുത്, പരസംഗത്തിൽ പെട്ടുപോകരുത്. എന്താണ് പരസംഗം? ശ്രദ്ധിച്ചു കേട്ടണം, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. പരസംഗം എന്ന് പറഞ്ഞാൽ അവിവാഹിതാവസ്ഥയിലെ ലൈംഗിക പാപമാണ്. അവിവാഹിതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അതിനെയാണ് പരസംഗം. ദൈവം തരാനിരിക്കുന്ന ജീവിത പങ്കാളിക്ക് നീ വിശുദ്ധമായി സമർപ്പിക്കേണ്ടത് നിന്റെ ശരീരമാണ്. ആണിന് പെണ്ണിനെയും, പെണ്ണിന് ആണിനെയും സമർപ്പിക്കേണ്ടത് വിശുദ്ധ ശരീരമാണ്. അന്യസ്പർശമേറ്റിട്ടില്ലാത്ത, അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത, അരുതരുതാത്ത വഴിയിൽ മുട്ടിയതും തൊട്ടതും ചാരിയതും ഒരഞ്ഞതും ഒന്നുമാകാത്ത, കണ്ടോ, ഈ ഒരു ശരീരത്തെയാണ് നിന്റെ ജീവിത പങ്കാളിക്ക് സമർപ്പിക്കേണ്ടത്. അപ്പൊ അവിവാഹിത അവസ്ഥയിൽ ലൈംഗിക വീഴ്ചയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് പരസംഗം. അവന്റെ ശരീരം, അവളുടെ ശരീരം ഉയർത്തു വരത്തില്ല. അതാണ് കൊരിന്ത്യർ ലേഖനം പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരം എന്ന് പറയുന്നത് വിവാഹിത അവസ്ഥയിലെ ലൈംഗിക പാപമാണ്. തെറ്റിദ്ധരിക്കേണ്ട. വിവാഹ അവസ്ഥയിൽ ലൈംഗികത ദൈവം അനുവദിക്കുന്നുണ്ട്, പക്ഷേ അത് പാപമായി വരുന്ന എപ്പോഴാണെന്നറിയാമോ? ഭർത്താവ് അറിയാതെ ഭാര്യ അബദ്ധസഞ്ചാരം ചെയ്താൽ, ഭാര്യ അറിയാതെ ഭർത്താവ് അന്യസ്ത്രീഗമനം, പരസ്ത്രീഗമനം ചെയ്താൽ തമ്മിലുള്ളതായിരിക്കുന്ന ദ കവനന്റ്, ദ ഗ്രേറ്റ് കവനന്റ്. എന്താ കവനന്റ്? ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നോട് മാത്രം ചേർന്നിരുന്നു, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ നിന്നോട് മാത്രം, മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ. ഇത് പറഞ്ഞാണല്ലോ കൂടുന്നതല്ലേ? ഇത് പറഞ്ഞല്ലേ ഒന്നിച്ച്. വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? ഇല്ലേ?
വിവാഹ ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കവനൻ്റെ ഓർമ്മയുണ്ടോ? വിവാഹ ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിലരിങ്ങനെ തുറിച്ച് നോക്കുന്നു. പക്ഷേ അത് ഓർക്കാൻ ഞങ്ങൾ ഒരു ആഗ്രഹവും ഇല്ല, പറ്റിപ്പോയൊരു എന്തിനാ കൂടെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് ചിലരുടെ ചിന്ത. പക്ഷേ എന്നാലും ഓർക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ദൈവദാസൻ പറഞ്ഞു തന്ന കവനൻ്റെ ഓർമ്മയുണ്ടല്ലോ. ആ കവനന്റിൽ രണ്ടുപേരും പറഞ്ഞത് അങ്ങേ മാത്രം, അവിടെ ഇങ്ങോട്ട് പറഞ്ഞ നിന്നെ മാത്രം, അങ്ങനെ പറഞ്ഞേ എന്ന് വരെ, മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ, അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ് ഒത്തുകൂടിയിട്ട് ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടിയാൽ, ഭാര്യയോട് അവിശ്വസ്തത കാട്ടിയാൽ അതാണ് വ്യഭിചാരം. ഭോഗാലസ ജീവിതം, ധാർമ്മികത പതനം, അസാൻമാർഗിക ജീവിതം, കുത്തരിഞ്ഞ ലൈംഗികതയുടെ അനുഭവങ്ങൾ, ജഡമുതിർത്തുവിടുന്ന ഭാവരാഗങ്ങളുടെ, വിചാര വികാര വിക്ഷോഭങ്ങളുടെ, തിന്മയോടുള്ള ആസക്തിയും തൃഷ്ണയും വല്ലാതെ നിലകൊള്ളുമ്പോൾ ക്രിസ്തുവിന്റെ വചനം വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ബൈബിൾ മാത്രം പറയുന്ന ഒരു കാര്യമാണ് ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ. അതാ ബൈബിളിനെ പ്രണയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി. ഉണ്ടോ? ധാർമ്മികത പതനമുള്ളൊരു ജനതയല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ. ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സുന്ദരികളായ പെൺപിള്ളേർ നമുക്ക് മദ്യം വിളമ്പോ പറഞ്ഞ് ഇവിടെ ആശിച്ച് നടക്കുന്ന പുള്ളികളുണ്ട്, അറിയാമോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മൊത്തത്തിൽ സുന്ദരികളായ പെൺപിള്ളേർ നമുക്ക് മദ്യം വിളമ്പും. അവിടെയും ഉഴുന്നുവടയും ഉണ്ടംപൊരിയും പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ടു തരുന്നത് സുന്ദരികളായ പെൺപിള്ളേരാണെന്നാ. അവളുമാരൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ബഹുഭാര്യാത്വം, അതിൻ്റെ ഇടപാടുമൊക്കെ ഉള്ളത്. വേദപുസ്തകം ഒരു സംശുദ്ധ ജനതയെ രൂപപ്പെടുത്തുന്നു. ആ രൂപപ്പെടുത്തുന്ന ജനതയുടെ ധാർമ്മിക വികാരം ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരമാണ്. ക്രിസ്തുവിന്റെ ധാർമ്മികത പഠിക്കണം. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇവ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു രാജാവേ. യേശുവിനെ കുറിച്ചുള്ള ആക്ഷേപമാണ്. പിന്നെ ഇവന് ബയൽസബൂല, ഇവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു ഒത്തിരി പേര്. റോമൻ പ്രൊക്കുറേറ്റർ ആയിരുന്ന പീലാത്തോസിന്റെ പ്രിട്ടോറിയത്തിൽ തടിച്ചുകൂടിയ ജനാവലി യേശുവിനെ കുറിച്ച് പല 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 കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സുവിശേഷം തിരിച്ചും മറിച്ചും വായിച്ചു നോക്ക്, ആ കാലഘട്ടത്തിന്റെ പാരലായ ചരിത്രം പഠിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു പുള്ളി യേശുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഒരു സ്ത്രീയെ ചേർത്ത് കുറ്റം പറഞ്ഞായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഇവനെ മഗ്ദലക്കാരത്തി മറിയെ ഞങ്ങൾ ഗെത്സമന തോട്ടത്തിൽ ഒറ്റയ്ക്ക് കണ്ടെന്നോ, ഒലിവുമല തോട്ടത്തിലേക്ക് ഗദ്രോൻ തോട്ടിൽ രണ്ടുപേരും കൂടെ വള്ളംകളിയുമായിട്ട് പോയത് ഞങ്ങൾ കണ്ടെന്ന് ഏതെങ്കിലും ഒരുത്തന് പറയാൻ തൻ്റെ ഇടം ഉണ്ടായോ? അതാണ് എൻ്റെ യേശു, അതാ എൻ്റെ യേശു. ധാർമ്മികമായി മൂല്യച്യുതി സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ദോഷവും സംഭവിച്ചിട്ടില്ലാത്ത, സാൻമാർഗിക ബോധമുള്ള, ധാർമ്മിക മൂല്യമുള്ളൊരു യേശുവിനെ നമുക്ക് കിട്ടിയത് പ്രാണനാഥനായി. ആ യേശുവിനെ വേറൊന്നിനോട് തുലനപ്പെടുത്തല്ലേ, ആ യേശുവിന്റെ സന്ദേശവുമായി വേറൊന്നിനോട് ചേർത്ത് വെക്കല്ലേ, യേശുവുമായി ചേർത്ത് വേറൊന്നും പറയല്ലേ. അവന് തുല്യം അവൻ മാത്രം. സ്തോത്രം. അത് പറഞ്ഞ് ജാകുന്നെങ്കിൽ ജാകണമെന്ന് മനസ്സിലായില്ലേ? ധാർമ്മിക ബോധത്തിന്റെ അനുഗ്രഹീതമായ അനുഭവം ഇത് സൂക്ഷിക്കുന്നവന് മാത്രമേ കർത്താവിനോടൊപ്പം തേജസ് വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. മക്കളുമാരോട് ഞാൻ പറയാം, വിവാഹം വരെ ലൈംഗികതയിൽ ഏർപ്പെടരുത്. നിന്റെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള യാതൊരു സോഷ്യൽ മീഡിയയിലും വല്ലാത്ത പായലടി ചവിട്ടി നീ മൂക്കും കുത്തി വീണു പോകരുത്. ശരീരത്തെ സൂക്ഷിച്ചോണം, അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിച്ചോണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം, അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ണുനീരുകൊണ്ട് കഴുകപ്പെട്ടോണം. നിന്റെ ദേഹതക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ കർത്താവേ, ഇനി ഞാൻ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നെടുമ്പാട് വീണ് കരഞ്ഞോണം. ഒരു പരസ്യ കുമ്പസാരമൊന്നും വേണ്ട, കർത്താവിനോട് കുമ്പസാരം ചെയ്താൽ മതി. കർത്താവ്